ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ ചക്രവാതം, അധ്യായം 24. വിശ്വാസം വരാതെ ജാനറ്റ് കണ്ണു ചിമ്മി. റെജീന ചിറ്റയുടെ ഭർത്താവ് ജോജോ നിൽക്കുന്നത് കണ്ട് ജാനറ്റിൻ്റെ നെഞ്ചിൽ പിന്നെയും നടുക്കങ്ങൾ പ്രകമ്പിതമായി. അവൾ ഞെട്ടി എഴുന്നേറ്റുവെങ്കിലും ഉടൽ മൂടിപ്പുതയ്ക്കാൻ ഷാൾ കെട്ടാതെ പെട്ടെന്ന് തന്നെ ഇരുന്നു. സീറ്റിൽ ചാരിയിരുന്ന മാത്തുക്കുട്ടിയുടെ മുതുകിനും സീറ്റിനുമിടയിൽ അമർന്നിരിക്കുകയായിരുന്നു ഷാളിൻ്റെ ഒരു ഭാഗം. ജാനറ്റ് അത് വലിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ അല്പം അയഞ്ഞുകൊടുത്തു. ഷാൾ കൊണ്ട് അവൾ വളരെ വേഗം അനാവൃതമായ ഭാഗങ്ങൾ മറച്ചു. സുഖാനുഭൂതികളുടെ പറുദീസയിൽ നിന്ന് നരകത്തിൻ്റെ അടിത്തട്ടിലേക്ക് വലിച്ചെറിയപ്പെട്ട ചിത്രശലഭത്തെപ്പോലെയായി ജാനറ്റിൻ്റെ അവസ്ഥ. വർണ്ണച്ചിറകുകളെല്ലാം കരിഞ്ഞുപോയി. എഴുന്നേൽക്ക്. ജോജോ ചൂണ്ടുവിരൽ കൊണ്ട് അവളുടെ നേർക്ക് ആംഗ്യം കാട്ടി. ജാനറ്റ് വീണ്ടും എഴുന്നേൽക്കാൻ അന്താളിപ്പിൽ മറന്നുപോയിരുന്നു. വീണ്ടും ഒരു നടുക്കത്തിൽ അവൾ എഴുന്നേറ്റ് ഷാൾ ചുറ്റിപ്പുതച്ചു. നിന്റെ ബാഗൊക്കെ എടുത്തോ? ജോജോ പറഞ്ഞു. ജാനറ്റ് കണ്ണു ചിമ്മി ഒന്നും മനസ്സിലാകാതെ നിന്നു. ഇത്രയുമായപ്പോൾ മാത്തുക്കുട്ടി ഇടപെട്ടു. ഇയാളാരാ? മാത്തുക്കുട്ടി എണീറ്റിട്ട് ചോദിച്ചു. ഇയാൾക്കെന്താ വേണ്ടേ? ജോജോ കൈ നിവർത്ത് അവൻ്റെ കരണക്കുറ്റിക്ക് ഒറ്റയടിയടിച്ചു. ഇത്തവണ മാത്തുക്കുട്ടിയേക്കാൾ ഞെട്ടിയത് ജാനറ്റായിരുന്നു. ഇരിയട അവിടെ. ജോജോ പല്ല് കടിച്ച് ചീറി. മാത്തുക്കുട്ടി ഇരുന്നു പോയി. ജാനറ്റ് കുനിഞ്ഞ് സീറ്റിനടിയിൽ ബാഗിനു വേണ്ടി പരതി. അവളുടെ കണ്ണിന് ആ സമയത്ത് കാഴ്ച ഉണ്ടായിരുന്നില്ല. തൻ്റെ ബാഗ് ഏതെന്നോ മറ്റുള്ളവരുടേത് ഏതെന്നോ വേർതിരിച്ചറിയാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവളുടെ ഉടൽ പൂക്കില പോലെ വിറച്ചുകൊണ്ടിരുന്നു. രാവിലത്തെ ചായക്കച്ചവടം കഴിഞ്ഞ് ഉച്ചയ്ക്കത്തേക്കുള്ള ചോറും കറികളും തയ്യാറാക്കാനായി ആഞ്ചലോസിനെയും കൂട്ടി വീട്ടിലേക്ക് വന്നതാണ് എമിലി. കഞ്ഞിയും പയറും ചെമ്മീൻ ചമ്മന്തിയും അച്ചാറും 4 മത്തി വറുത്തതും, ഇതാണ് ഉച്ചഭക്ഷണത്തിൻ്റെ മെനു. ബാംഗ്ലൂരിലെത്തിയ ശേഷം ജാനറ്റ് ഫോൺ വിളിച്ചില്ലല്ലോ എന്ന് എമിലി ആഞ്ചലോസിനോട് ആവലാതി പോലെ പറഞ്ഞു. ആഞ്ചലോസ് പച്ചമുളകും സവാളയും അരിയുന്നതിനിടയിൽ എമിലിയെ ഒന്ന് നോക്കി. ബാംഗ്ലൂർ ചെല്ലുമ്പം വിളിക്കാറുള്ളതാ, എമിലി പറഞ്ഞു. ആഞ്ചലോസിൽ നിന്ന് അതിന് മറുപടിയൊന്നും ഉണ്ടായില്ല. എമിലി മത്തി വെട്ടിക്കൊണ്ടിരിക്കെ ഒരു ഓട്ടോറിക്ഷയുടെ ശബ്ദം മുറ്റത്തു നിന്ന് കേട്ടു. മീൻ മൂടി വെച്ച് അടപ്പിനു മീതെ കത്തിയും വെച്ചിട്ട് എമിലി മുറ്റത്തിൻ്റെ വടക്കുവശത്തുകൂടി മുൻഭാഗത്തേക്ക് ചെന്നു. ഓട്ടോയിൽ നിന്നിറങ്ങുന്ന ജോജോയും റെജീനയും. ഇങ്ങോട്ടിറങ്ങടി. റെജീന ഓട്ടോയിൽ നിന്ന് ജാനറ്റിനെ വലിച്ചിറക്കുന്നു. ജോജോ അവളുടെ ലഗേജെല്ലാം ഓട്ടോയിൽ നിന്ന് പെറുക്കിയെടുക്കുന്നു. അത് തിണ്ണയിൽ കൊണ്ടുവയ്ക്കുന്നു. ഓട്ടോക്കാരന് കൂലി കൊടുത്ത് അയക്കുന്നു. ജാനറ്റ് നാട്ടി നിർത്തിയ ഒരു ശവം പോലെ നിൽക്കുന്നു. ഈ കാണുന്നതെല്ലാം സത്യമോ ദുസ്വപ്നമോ എന്നറിയാതെ എമിലി സ്തംഭിച്ചു നിന്നുപോയി. ഇന്നലെ ബാംഗ്ലൂരിലേക്ക് കയറ്റിവിട്ട മകൾ തിരിച്ചു വന്നിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ചേച്ചി ഇങ്ങോട്ട് വന്നേ. റെജീന വിളിച്ചപ്പോൾ എമിലിക്ക് താൻ എമിലിയാണെന്നും ഭൂമിയിൽ തന്നെയുണ്ടെന്നും ബോധ്യമായി. അവൾ റെജീനയ്ക്ക് അടുത്തേക്ക് ചെന്നു. നമ്മളിവളെ ബാംഗ്ലൂർ വിട്ടത് നഴ്സിംഗ് പഠിക്കാനല്ലേ? അവൾ അവിടെ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നല്ലേ നമ്മുടെ വിചാരം? എന്നാൽ അവൾ അതല്ല പഠിക്കുന്നേ. അവൾ പ്രേമിക്കാനാ പഠിക്കുന്നേ. എമിലി ഒരു വിഡ്ഢിയെപ്പോലെ ജാനറ്റിനെയും റെജീനയെയും മാറി മാറി നോക്കി. അവധിക്ക് വന്നപ്പോൾ ഞാനിവളെ കീഴും മേലും മറിച്ചിട്ട് ചോദ്യം ചെയ്തതാ, നിനക്കാരെങ്കിലുമായിട്ട് പ്രേമമുണ്ടോടിയെന്ന്. കള്ളി ഒരക്ഷരം മിണ്ടിയില്ല. അവളുടെ പ്രേമക്കാര്യം. പ്രേമമോ? അതെന്താ സാധനം? ചക്കയോ മാങ്ങയോ എന്ന മട്ടിലായിരുന്നു അവളുടെ നോട്ടവും ഭാവവും. എമിലിക്കിപ്പോഴും കാര്യം മനസ്സിലായില്ല. എമിലിയും മകളെ കുറേ ഗുണദോഷിച്ചതാണ്. ഇപ്പോഴും റെജീനയ്ക്കും ജോജോയ്ക്കും എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായി എന്നായിരുന്നു എമിലിയുടെ തോന്നൽ. ചേച്ചിക്കറിയോ, ഇവിടെ നിന്ന് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറിപ്പോയ ഇവളെ പിന്നെ കാണുന്നത് റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിലാ. ജോജോ സംഭവം വിശദീകരിച്ചു. എറണാകുളത്ത് വെച്ച് ഇവൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങി. റെജീന സംശയം പറഞ്ഞത് വെച്ച് ഞാനും കയറിയിട്ടുണ്ടായിരുന്നു, തൊട്ടടുത്ത ബോഗിയിൽ. പക്ഷേ എറണാകുളത്ത് ഇവൾ ഏത് ബോഗിയിലാണ് കയറിയതെന്ന് എനിക്ക് കാണാൻ പറ്റിയില്ല. ട്രെയിൻ മുഴുവൻ തെരഞ്ഞു നടന്നിട്ട രാത്രി ഇവളിരുന്ന സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റിയത്. എമിലി മകളെ നോക്കി. ഒരു ചലനവുമില്ല. കീഴോട്ടും നോക്കി പ്രതിമ പോലെ നിൽക്കുന്നു. എവിടെയായിരുന്നെന്നറിയണ്ടേ? റെജീന ആത്മരോഷത്തോടെ ചോദിച്ചു. ഒരു പുതപ്പിനു കീഴിൽ ഏതോ ഒരു ചെറുക്കനെയും കെട്ടിപ്പിടിച്ച് അവൻ്റെ മടിയിൽ കിടക്കുന്നു. ബാക്കി ചേച്ചിയോട് പറയാൻ കൊള്ളാത്തകൊണ്ടാ പറയാത്തത്. റെജീന നിർത്തി. എമിലി തീ പിടിച്ച പോലെയാണ് ജാനറ്റിൻ്റെ മുൻപിലേക്ക് വന്നത്. മീൻ നാറുന്ന കൈകൊണ്ട് തലങ്ങും വിലങ്ങും തല്ലി. മുഖത്തും കഴുത്തിലും തലയ്ക്കും ചുമലിലും കയ്യിലുമെല്ലാം. ആ കോപാധിക്യത്തിന് തീ കൊളുത്തിയ റെജീന തന്നെ വേണ്ടി വന്നു എമിലിയെ പിടിച്ചു മാറ്റാൻ. തൻ്റെ ദേഹത്ത് എവിടെയെങ്കിലും ഒരടിയെങ്കിലും കൊണ്ടതായി ജാനറ്റിന് തോന്നിയില്ല. വിചാരണയും വിധിയും ശിക്ഷയും തീർന്നു എന്ന് തോന്നിയപ്പോൾ അവൾ വീട്ടിനകത്തേക്ക് പ്രേതസഞ്ചാരം പോലെ നടന്നുപോയി.
ഇല്ലാത്ത കാശുണ്ടാക്കി പഠിപ്പിക്കാൻ വിട്ടതാ. എന്നിട്ടെന്തായി? റെജീന ആരോടെന്നില്ലാതെ ചോദിച്ചു. നീ അല്ലേടി വിട്ടത്? ഞാൻ നിർബന്ധിച്ചായിരുന്നോ? എമിലി റെജീനയോട് ദേഷ്യപ്പെട്ടു. അവളുടെ പഠിത്തം നിന്നു പോയപ്പോൾ അതിൻ്റെ അർത്ഥം അത്രയും പഠിക്കാനേ അവൾക്ക് വിധിയുള്ളെന്നാ. അതിനും മീതെ പഠിപ്പിക്കാൻ നോക്കിയാൽ ഇങ്ങനിരിക്കും. എമിലി റെജീനയാണ് പഴിച്ചത്. 50,000 രൂപയോളം പാഴായിപ്പോയി. അതുകൂടാതെ റെജീനയുടെ കയ്യിൽ നിന്ന് പണം കുറേ ചെലവായി. അവൾ പഠിച്ച് രക്ഷപ്പെടുന്നെങ്കിൽ പെട്ടോട്ടെ എന്ന് കരുതിയല്ലേ ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്തത്? അല്ലാണ്ട് കയ്യിൽ നീക്കിയിരിപ്പ് പൈസ ഉണ്ടായിട്ടാണോ? ഇനി നിർത്തിയേക്ക്. ഒരു മീൻവെട്ടി വാങ്ങിച്ചുകൊട്. കടപ്പുറത്തെ പെണ്ണുങ്ങളുടെ കൂടെ മീൻ വിൽക്കാൻ പോട്ടെ. റെജീനയും ജോജോയും അധികം വൈകാതെ മടങ്ങിപ്പോയി. എമിലി ആഞ്ചലോസിനോട് മകളെ പറ്റിയുള്ള സങ്കടകഥ പറഞ്ഞു. അയാളെല്ലാം മൂളി കേട്ടു. ഇനി അവളെ പഠിക്കാൻ വിടുന്നില്ല എന്ന് എമിലി പറഞ്ഞപ്പോൾ ആഞ്ചലോസും വിടണ്ട എന്ന് തന്നെ പറഞ്ഞു. മറ്റെന്തെങ്കിലും ഒരു മറുപടിയായിരുന്നു എമിലി പ്രതീക്ഷിച്ചത്. ജാനറ്റ് മുറിയുടെ കോണിൽ വെറും നിലത്ത് ചുമരും ചാരി ഒരു മരപ്പാവ് പോലെ ഇരുന്നു. തൻ്റെ നേഴ്സിംഗ് പഠനം അവസാനിച്ചുവെന്ന് അവൾക്ക് മനസ്സിലായി. അത്ര വലിയൊരടി അവൾ ദുസ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. അതിനേക്കാൾ വലുതായ ഒരടിയും ഇനി കിട്ടാനില്ല. തന്നെ എല്ലാവരും കൂടി ഒരു തടവറയ്ക്കുള്ളിൽ അടച്ചുവെന്ന് അവൾ കരുതി. ഇനി പുറംലോകം കാണുകയില്ല. താൻ പ്രേമിക്കുന്നത് അത്ര വലിയ തെറ്റാണോ എന്ന് അവൾ ആലോചിച്ചുകൊണ്ടിരുന്നു. ലോകത്ത് അനേകം പേർ പ്രേമിച്ചുകൊണ്ടിരിക്കുന്നു. അവൾ പഠിക്കുന്ന നേഴ്സിംഗ് കോളേജിൽ തന്നെ 90% പേരും പ്രണയത്തിലാണ്. അവരെല്ലാം കല്യാണം കഴിക്കുമോ എന്ന് നിശ്ചയമില്ല. ഈ ലോകത്ത് പ്രണയിച്ച് കല്യാണം കഴിച്ചവരേക്കാൾ എത്രയോ 1000 ഇരട്ടിയാണ് പ്രണയിച്ചിട്ടും കല്യാണം കഴിക്കാൻ സാധിക്കാതെ പോയവർ. എന്നിട്ടും ആണും പെണ്ണും പ്രേമിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രണയിച്ചാൽ മാത്രമേ അത് വിവാഹത്തിലെത്തുമോ ഇല്ലയോ എന്ന് നിശ്ചയിക്കാൻ പറ്റൂ. പ്രണയത്തിൻ്റെ ആഴവും ദാർഢ്യവും എത്രയുണ്ടോ അതുപോലിരിക്കും പ്രണയത്തിൻ്റെ വിജയവും. എത്ര ചിന്തിച്ചിട്ടും തൻ്റെ പ്രണയം തെറ്റായിരുന്നെന്ന് കാണാൻ ജാനറ്റിന് കഴിഞ്ഞില്ല. എല്ലാവരും പ്രണയത്തെ പ്രകീർത്തിക്കുന്നു. പ്രണയിതാക്കളുടെ ദിനമായ വാലന്റൈൻസ് ഡേ പോലും വമ്പിച്ച പ്രാധാന്യത്തോടെ ആഘോഷിക്കപ്പെടുന്നു. ഭൂരിപക്ഷം സിനിമകളിലും ഒരു പ്രണയമെങ്കിലും ഉണ്ടായിരിക്കും. ലോകത്ത് ഏറ്റവും കൂടുതൽ എഴുതപ്പെട്ടിട്ടുള്ളതും വായിക്കപ്പെട്ടിട്ടുള്ളതും പ്രണയകഥകളാണ്. നാടകത്തിലും നൃത്തത്തിലും സംഗീതത്തിലും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും എല്ലായിടത്തും പ്രണയമുണ്ട്. വീട്ടിലെ പെങ്ങൾ അല്ലെങ്കിൽ മകൾ പ്രണയിക്കാൻ പാടില്ല. അതാലോചിച്ചപ്പോൾ ഇവരെയെല്ലാം ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ചത്തുകളയണമെന്ന് ജാനറ്റ് വിചാരിച്ചു. ഈ നാശം പിടിച്ച മനുഷ്യർക്ക് മാത്രമേയുള്ളൂ പ്രണയത്തിനു മീതെ ഇത്രമേൽ കർശനമായ നിയന്ത്രണങ്ങളും വിലക്കുകളും. ആകാശത്തിലെ പറവകൾക്ക് പ്രായപൂർത്തിയാകുമ്പോൾ തൻ്റെ ഇണയെ തേടിപ്പിടിച്ച് യഥേഷ്ടം പ്രേമിക്കാം. ഭൂമിയിൽ എഴയുന്ന സർപ്പങ്ങൾക്ക് അതിൻ്റെ ഇണനാഗത്തിനൊപ്പം ഏതു മാളത്തിലേക്കും കയറിപ്പോകാം. പൂച്ചയ്ക്കും പട്ടിക്കും പന്നിക്കും ഭൂമിയിലെ സകല ജന്തുവർഗങ്ങൾക്കും ഇണയെ സ്വമേധയെ തിരഞ്ഞെടുക്കാം. പൂമ്പാറ്റകൾക്കും പ്രാണികൾക്കും ഷഡ്പദങ്ങൾക്കും ക്ഷുദ്രജീവികൾക്കും യഥേഷ്ടം ഇണയിടാം. ജലാശയങ്ങളിലെ മത്സ്യങ്ങൾക്കും മറ്റു കോടാനുകോടി സമുദ്രജീവികൾക്കും പ്രകൃതി എല്ലാ സ്വാതന്ത്ര്യവും അനുവദിച്ചിട്ടുണ്ട്. വൃക്ഷലതാദികളെപ്പോലും വംശവർദ്ധനവിനായി പ്രകൃതി കൂട്ടിയിണക്കുന്നുണ്ട്. മനുഷ്യൻ മാത്രം പ്രകൃതി വിരുദ്ധൻ. ജാനറ്റിൻ്റെ ചിന്തകൾ കാടുകയറി എവിടെയൊക്കെയോ അലഞ്ഞു. നഴ്സിംഗ് പഠനവും പ്രേമവും രണ്ട് വിഷയങ്ങളാണ്. രണ്ടും തമ്മിൽ ഒരിക്കലും കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. പ്രേമിച്ചു എന്ന് വെച്ച് നഴ്സിംഗ് പഠിക്കാതിരിക്കണമെന്നില്ല. നഴ്സിംഗ് പഠിക്കുന്നു എന്ന് വെച്ച് പ്രേമിക്കരുത് എന്നുമില്ല. ഒടുവിൽ അവൾ ആ ചിന്തയിൽ ഉറച്ചു നിന്നു. നഴ്സിംഗ് പഠിക്കാൻ വിടുന്നില്ലെങ്കിൽ മരിച്ചു കളയണമെന്ന് തന്നെ അവൾ നിശ്ചയിച്ചുറപ്പിച്ചു. അതിനു മുൻപ് മാത്തുക്കുട്ടിക്കും ഒരവസരം കൊടുക്കണം. അവനും തൻ്റെ കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്. തന്നെ സ്നേഹിക്കുന്ന പോലെ ഈ ലോകത്ത് മറ്റാരെയും സ്നേഹിക്കുന്നില്ലെന്നും ഇനി സ്നേഹിക്കുകയില്ലെന്നും വാക്ക് പറഞ്ഞവനാണ്. താൻ കൂടെയില്ലെങ്കിൽ ജീവിതമില്ലെന്ന് ശപഥം ചെയ്തവനാണ്. നഴ്സിംഗ് പഠനം കഴിഞ്ഞാൽ ഉടനെ തന്നെ കല്യാണം കഴിക്കുമെന്ന വാഗ്ദാനം എല്ലാറ്റിനും മീതെ നിൽക്കുന്നു. ജാനറ്റ് അല്പം കാത്തിരിക്കാൻ തന്നെ തീരുമാനിച്ചു. ഉച്ചയ്ക്കത്തേക്കുള്ള കഞ്ഞിയും കറിയും ചായക്കടയിൽ എത്താഞ്ഞ് കുഞ്ഞെന്ന വന്ന് തിരക്കിയപ്പോൾ എമിലി പിൻവരാന്തയിൽ തളർന്നും കൺപീലികൾ നനഞ്ഞും ഒരേ ഇരിപ്പാണ്. കഞ്ഞിയും മറ്റ് ഉപദംശങ്ങളും ശരിയായിട്ടില്ല. എമിലിയിൽ നിന്ന് നിർദ്ദേശമൊന്നും കിട്ടാത്തതിനാൽ ആഞ്ചലോസും ഒന്നും ചെയ്തിട്ടില്ല. നിനക്കെന്നാ പറ്റിയടി എമിലി? കുഞ്ഞെന്നെ ആരാഞ്ഞു. അമ്മ അകത്തോട്ട് കയറി നോക്കിയാട്ട്. കുഞ്ഞെന്ന പുരയ്ക്കകത്ത് കയറി നോക്കി. ജാനറ്റ് അവിടെ ചുമരും ചാരി ഇരിക്കുന്നത് കണ്ട് കുഞ്ഞെന്നെ അന്തം വിട്ടു. ഇന്നലെ ട്രെയിനെ കയറി ബാംഗ്ലൂരിന് പോയ പെങ്കൊച്ച്. കുഞ്ഞെന്നെ താടിക്കീഴെ കൈപ്പത്തി ഊന്നി നിന്നുപോയി. വൈകുന്നേരം ഡെന്നിച്ചൻ അത്യത്ഭുതകരമായ വാർത്തയും കൊണ്ടാണ് വീട്ടിലേക്ക് കയറി വന്നത്. ആരോ ചത്ത വീട് പോലെ എന്ന് തോന്നിക്കുന്ന നിശ്ചലാവസ്ഥയോ
ബാംഗ്ലൂരിന് പോയ ചേച്ചി അവിടെ ചുരുണ്ടുകൂടി കിടക്കുന്നതോ ഒന്നും അവനെ സ്പർശിച്ചില്ല. അമ്മ വന്ന പാടെ അവൻ എമിലിയെ വിളിച്ചു. പിൻവരാന്തയിലിരുന്ന എമിലി ഒരു തണുത്ത നോട്ടത്തോടെ ആ വിളിയെ എതിരേറ്റു. അമ്മ, ശൗരിക്കുട്ടീനെ കണ്ടെന്ന്. വലയിൽ കുടുങ്ങിയ മീൻ പിടഞ്ഞ് പൊങ്ങിയ പോലെ എമിലി അരനിമിഷം കൊണ്ട് കുത്തനെ നിവർന്നു. ആര് പറഞ്ഞ്? ജാനറ്റും അവളുടെ പ്രശ്നങ്ങളും ആ വീടും അതിലെ അംഗങ്ങളും ചെല്ലിക്കടപ്പുറവുമെല്ലാം അവളുടെ ആ ചോദ്യത്തിന് പിന്നിൽ നിഷ്പ്രഭമായി. തോട്ടപ്പള്ളിന്ന് പോയ അർജുന എന്ന ഫിഷിംഗ് ബോട്ടിലെ മത്സ്യത്തൊഴിലാളികളിൽ ഒരാളാണ് ശൗരിക്കുട്ടിയെ കണ്ടതായി പറഞ്ഞത്. അയാൾ പറഞ്ഞതാകട്ടെ മരിയ ഗൊരത്തിയിലെ സിൽവിയനോടും. ഡെന്നിച്ചൻ പറഞ്ഞു തീരും വരെ എമിലി ശ്വാസം എടുത്തില്ല. ആന്ധ്രാക്കാരുടെ ഒരു വലിയ ബോട്ടിൻ്റെ മുകളിൽ നിൽക്കണ കണ്ടെന്നാ പറഞ്ഞത്. കണ്ടയാള് എടാ ശൗരിയെന്ന് ഉറക്ക വിളിച്ചെന്ന് പറയണ. അപ്പ ശൗരി വായിൽ വിരലിട്ട് വിസിലടിച്ചെന്ന്. എന്നിട്ട് എമിലിയുടെ ഹൃദയം വീർത്തു പൊട്ടുമെന്നായി. ആന്ധ്രാക്കാരുടെ ബോട്ട് ക്യാരിയർ വള്ളത്തിലോട്ട് മീൻ കയറ്റുമ്പോഴാ തോട്ടപ്പള്ളിക്കാർ നിൽക്കാണ്ട് പോകുന്നില്ലേ? അവർക്കറിയില്ലല്ലോ ശൗരിക്കുട്ടിന്ന് വെച്ച ആരാണെന്ന്. കണ്ടയാൾ പിന്നെ പറഞ്ഞു കൊടുത്തപ്പം ബോട്ടിലുള്ളവർക്ക് പിടികിട്ടിയത്. അപ്പോഴേക്ക് അവർ പോന്നില്ലേ? ഡെന്നിച്ചൻ വിശദീകരിച്ചു. ഇതൊക്കെ സത്യമാണോടാ? എനിക്കറിഞ്ഞൂടാ. കടപ്പുറത്തൊക്കെ പറയണ. എമിലി സ്തംഭിച്ചു നിൽക്കുകയാണ്. കടപ്പുറത്തേക്ക് പായണോ? തോട്ടപ്പള്ളിക്ക് പോണോ? അതോ ആന്ധ്രാക്കാരുടെ ഫിഷിംഗ് ബോട്ട് തേടി കടലിലേക്ക് പോണോ? അതുമല്ലെങ്കിൽ ആന്ധ്രയുടെ കടപ്പുറങ്ങളിലേക്ക് പോകണോ? ഏതാണ് ആദ്യം വേണ്ടതെന്ന് അവൾക്കറിയില്ല. വെറുതെ പറയണതാണോന്നും അറിഞ്ഞുകൂടാ. എല്ലാറ്റിനും മീതെ ഡെന്നിച്ചൻ ഒരു മുള്ളാണിയും കൂടി അടിച്ചു കയറ്റി. വാർത്ത കാരക്കാട്ട് സൈമൺ തരകൻ്റെ ചെവിയിലുമെത്തി. പിന്നെ ഒരു നിമിഷം ഇരിക്കപ്പുറതിയില്ലാതെ അയാൾ കാറെടുത്ത് തോട്ടപ്പള്ളിക്ക് പാഞ്ഞു. അധ്യായം 25. എമിലി സിൽവിയനെ തേടി കടപ്പുറം മുഴുവൻ നടന്നു. മരിയ ഗൊരത്തി കടപ്പുറത്ത് വെയിലും കാഞ്ഞു കിടപ്പുണ്ട്. പക്ഷേ വള്ളക്കാരാരുമില്ല. സിൽവിയൻ എവിടെ പോയെന്ന് എമിലി എല്ലാവരോടും അന്വേഷിച്ചു. വേണമെങ്കിൽ കള്ളഷാപ്പിലൊന്ന് നോക്കിക്കോ. അമ്പാടി വള്ളത്തിലെ തൊഴിലാളിയായ ക്ലീറ്റസ് എമിലിയോട് പറഞ്ഞു. എമിലിക്ക് അതിനും മടിയൊന്നുമില്ലായിരുന്നു. അവൾ കള്ളുഷാപ്പിലെത്തി. ഡെസ്കും ബെഞ്ചും നിരന്ന ഓലമേഞ്ഞ മുറികളിൽ കയറി ഇറങ്ങി നോക്കി. ഡെസ്കുകൾക്ക് മീതെ കള്ളുകുടങ്ങളും കുപ്പികളും കുറിപ്പാത്രങ്ങളും അവയ്ക്ക് പിന്നിൽ ലഹരി പുരണ്ട ചിരിയും പുകയുമായി കുറേ മധ്യവയസ്കരും ഇരിപ്പുണ്ടായിരുന്നു. ഒടുവിൽ ബേവാച്ച് റിസോർട്ടുകാരുടെ മതിലിനിപ്പുറമുള്ള തെങ്ങും തണലിൽ ചീട്ട് കളിച്ചുകൊണ്ടിരുന്ന സിൽവിയനെ എമിലി കണ്ടെത്തുക തന്നെ ചെയ്തു. അവൾ അല്പം മാറി നിന്ന് സിൽവിയനെ വിളിച്ചു. കളിച്ചുകൊണ്ടിരുന്ന കൈ കമഴ്ത്തി വെച്ചിട്ട് സിൽവിയൻ എഴുന്നേറ്റ് അവൾക്കരികിലേക്ക് വന്നു. എമിലിയെ സിൽവിയൻ അറിയാം. എമിലിയുടെ ചായക്കടയിൽ നിന്ന് അയാൾ ചായ കുടിച്ചിട്ടുണ്ട്. ശൗരിക്കുട്ടിയെയും അയാൾക്ക് നല്ല പരിചയമുണ്ടായിരുന്നു. കടപ്പുറത്തൊരു സംസാരം കേട്ടല്ല. ശൗരിക്കുട്ടീനെ ആന്ധ്ര കടലിൽ വെച്ച് കണ്ടെന്ന് എമിലി സിൽവിയനോട് ചോദിച്ചു. ഉവ്വ്, ഞാനും കേട്ട്. എന്നോട് പറഞ്ഞത് നമ്മുടെ അർജുന ബോട്ടിലല്ലേ, തോട്ടപ്പള്ളിക്കാരുടെ. അതിൽ പണി ചെയ്യുന്ന രാമകൃഷ്ണനാ. അയാൾ ശൗരിക്കുട്ടീനെ ആന്ധ്ര കടലിൽ വെച്ച് കണ്ടെന്ന്. വെറുതെ പറഞ്ഞതാണോ അതോ സത്യമാണോ? എമിലി വീർപ്പടക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ കണ്ടില്ലല്ലോ ചേച്ചിയെ. വല്ലോരും പറയണതല്ലേ. ഈ രാമകൃഷ്ണൻ എവിടെ താമസം? അമ്പലപ്പുഴയാണെന്ന് തോന്നണ. എനിക്ക് ശരിക്കറിയാൻ മേല. രാമകൃഷ്ണന് ശൗരിക്കുട്ടിനെ അറിയാവാ? ശൗരിക്കുട്ടി തോട്ടപ്പള്ളിയിലും വള്ളപ്പണിക്ക് പോയിട്ടുണ്ടല്ലോ. അത് അവൻ കുട്ടിയായിരുന്നപ്പോഴല്ലേ. ഇപ്പം അവൻ വലുതായി കാണത്തില്ലേ? അത് ശരിയാ. സിൽവിയൻ അനുകൂലിച്ചു. ഇനി രാമകൃഷ്ണനെ കണ്ട അഡ്രസ്സ് വാങ്ങിച്ചതാ. ഫോൺ നമ്പറും തരാം. പക്ഷേങ്കിൽ അവർ ബോട്ടിന് പോയാൽ ചിലപ്പോൾ 40ഉം 50ഉം ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരണത്. അത് സാരമില്ല, മറക്കാതെ എനിക്ക് വാങ്ങിച്ചു തന്നാൽ മതി. സിൽവിയൻ അത് സമ്മതിച്ചു. എമിലി തിരിച്ച് ചായക്കടയിലെത്തി. ആഞ്ചലോസും കുഞ്ഞെണ്ണയും ചായക്കടയിലുണ്ട്. എമിലി ശൗരിക്കുട്ടിയുടെ വിവരം തേടി പാഞ്ഞു നടക്കുന്നത് ആഞ്ചലോസ് കാണുന്നുണ്ട്. ശൗരിക്കുട്ടി തൻ്റെ മകനല്ല എന്ന് ഇപ്പോൾ ആഞ്ചലോസിന് അറിയാം. അതേപ്പറ്റി പറഞ്ഞ് പലരും ആഞ്ചലോസിനെ പ്രകോപിതനാക്കാൻ ശ്രമിക്കാറുണ്ട്. നീ കടലിൽ പോയി കാണാതായി 2 കൊല്ലം കഴിഞ്ഞ എമിലി പ്രസവിച്ചത്. അതെങ്ങനെ സംഭവിച്ചു ആഞ്ചലോ? കടിക്കാത്ത നായുടെ വായിലേക്ക് കമ്പിട്ടിളക്കുന്ന ഉത്സാഹത്തിൽ ചിലർ ചോദിക്കും. ആഞ്ചലോസ് കഥ കേൾക്കുന്ന കുട്ടിയെപ്പോലെ ചോദ്യകർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കും. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ചോദിച്ചയാൾ തന്നെ പറയണം. ശൗരിക്കുട്ടിയുടെ അപ്പൻ ആരാണെന്ന് അറിയോ നിനക്ക്? കാരക്കാട്ട് സൈമൺ തരകൻ. ആയിക്കോട്ടെ, അതിനിപ്പം എന്താണ് എന്ന മട്ടിൽ ആഞ്ചലോസ് ഇരിക്കും. ആഞ്ചലോ, കടലിൽ പോയ നീ ചത്തുപോയിന്ന് കേട്ടതിന് ശേഷം നിന്റെ കെട്ടിയവളുണ്ടല്ലോ എമിലി, അവൾക്ക് സൈമൺ തരകൻ്റെ മീൻ കൂട്ടത്തിലായിരുന്നു പണി. അങ്ങനെ കിട്ടിയതാ ശൗരിക്കുട്ടീനെ. ആയിക്കോട്ടെ, അതിനിപ്പം എന്താണ്? ആഞ്ചലോസിൻ്റെ നിർവികാരത
ശബ്ദമില്ലാതെ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി ജാനറ്റും ഡെന്നിച്ചനും മറ്റു വല്ലവരുടെയും മക്കളാണെങ്കിൽ കൂടിയും ആഞ്ചലോസിന് ഒന്നുമില്ല. ശ്രീലങ്കയിൽ നിന്ന് ചെല്ലിക്കടപ്പുറത്ത് വന്ന ശേഷമുള്ള അറിവുകളും കാഴ്ചകളും വികാരങ്ങളും വീക്ഷണങ്ങളുമേ അയാൾക്കുള്ളൂ. കഷ്ടപ്പാടുകളും വിഷമതകളും ഉണ്ടെങ്കിൽ കൂടിയും നിലവിലുള്ള ജീവിതത്തിൽ അയാൾ സംതൃപ്തനാണ്. ശൗരിക്കുട്ടിയെ അന്വേഷിച്ച് എവിടെയെങ്കിലും പോകണമെന്ന് എമിലി പറഞ്ഞാൽ അങ്ങനെ പോകാനും കൂടി ആഞ്ചലോസ് സന്നദ്ധനായിരുന്നു. തോട്ടപ്പള്ളിയിൽ ചെന്ന് അർജുന ബോട്ടിൻ്റെ ആളുകളെ കണ്ട് സൈമൺ തരകൻ ശൗരിക്കുട്ടിയെപ്പറ്റി ചില അന്വേഷണങ്ങൾ നടത്തുകയുണ്ടായി. മത്സ്യത്തൊഴിലാളിയായ രാമകൃഷ്ണനാണ് ശൗരിക്കുട്ടി എന്നൊരാളെ ആന്ധ്രാക്കാരുടെ ബോട്ടിൽ കണ്ടതായി പറഞ്ഞതെന്ന് അവർ വെളിപ്പെടുത്തി. കരയ്ക്കിറങ്ങിയ രാമകൃഷ്ണൻ അമ്പലപ്പുഴയുള്ള വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. സംഭവം ഏറെക്കുറെ ഈ മട്ടിലായിരുന്നുവെന്ന് അർജുന ബോട്ടിലെ ആളുകൾ പറഞ്ഞു. ശ്രീഹരിക്കോട്ടയ്ക്ക് സമീപത്തെ തീരക്കടലിൽ ഒരു ആന്ധ്ര ഫിഷിംഗ് ബോട്ട് കാരിയർ വള്ളത്തിലേക്ക് മീൻ കയറ്റുന്നുണ്ടായിരുന്നു. അവരുടെ മീൻ കാണാൻ വേണ്ടി അർജുന ബോട്ട് വേഗം കുറച്ച് ആന്ധ്ര ബോട്ടിനരികെ കൂടി നീങ്ങി. കുറേ മത്സ്യത്തൊഴിലാളികൾ ഒരു ചെറു കപ്പൽ പോലെ തോന്നിച്ച ആന്ധ്ര ബോട്ടിൻ്റെ ഡെക്കിൽ നിന്നുകൊണ്ട് വലയിലെ മീൻ വലിച്ചു കയറ്റുന്നുണ്ടായിരുന്നു. അർജുന ബോട്ടിൻ്റെ ഡെക്കിൽ നിന്ന് രാമകൃഷ്ണൻ അവരിലൊരാളെ നോക്കി ഉറക്കെ എന്തോ ഒരു പേര് വിളിച്ചു. ആന്ധ്ര ബോട്ടിലെ ഡെക്കിൽ നിന്ന് ഒരു മത്സ്യത്തൊഴിലാളി ഉടൻ വായിൽ വിരലിട്ട് വിസിലടിച്ചു പ്രതികരിച്ചു. ഇതിനിടയിൽ അർജുന ബോട്ട് മന്ദം നീങ്ങിക്കൊണ്ടിരുന്നു. മറ്റുള്ളവർ രാമകൃഷ്ണനോട് കാര്യം തിരക്കുമ്പോഴേക്കും അർജുന ഫിഷിംഗ് ബോട്ട് സ്പീഡെടുത്തു. വർഷങ്ങൾക്ക് മുൻപ് കാണാതായ ഏതോ ഒരു ശൗരിക്കുട്ടിയാണ് ആ വിസിലടിച്ചതെന്ന് രാമകൃഷ്ണൻ കൂട്ടുകാരോട് പറഞ്ഞു. മറ്റുള്ളവർക്ക് അതൊരു പ്രാധാന്യമുള്ള സംഗതിയായി തോന്നിയില്ല. ആ രാമകൃഷ്ണന് തോന്നിയതായിരിക്കും. സൈമൺ തരകൻ പറഞ്ഞു. ശൗരിയെ കാണാതായിട്ട് വർഷം എത്ര കഴിഞ്ഞു? ഇപ്പം കണ്ടാൽ തന്നെ അവനെ എങ്ങനെ തിരിച്ചറിയും? അതൊന്നും മത്സ്യത്തൊഴിലാളികൾക്ക് അറിഞ്ഞുകൂടാ. സൈമൺ തരകൻ രാമകൃഷ്ണൻ്റെ വീട് കണ്ടുപിടിച്ചു. സംഭവത്തെപ്പറ്റി ആരാഞ്ഞപ്പോൾ രാമകൃഷ്ണൻ പറഞ്ഞു, ആന്ധ്രാക്കാരുടെ ബോട്ടിൻ്റെ ഡെക്കിൽ ശൗരിയെപ്പോലിരിക്കുന്ന ഒരുത്തനെ ഞാൻ കണ്ടു എന്നുള്ളത് സത്യമാ. എടാ, അവനെ കാണാതായിട്ട് 5 വർഷമാകുന്നു. 14 വയസ്സുണ്ടായിരുന്നപ്പോഴത്തെ ശൗരിയെ നിനക്കെങ്ങനെ മനസ്സിലായി? 5 കൊല്ലം കൊണ്ട് അവൻ ഷേപ്പൊക്കെ മാറിക്കാണത്തില്ലേടാ, വിവരം കെട്ടവനെ. പക്ഷേ എനിക്ക് അവനെപ്പോലെ തോന്നി. എന്തായാലും മലയാളിയാ, അതുറപ്പാ. എടാ ശൗരിക്കുട്ടിയെന്ന് ഞാൻ നീട്ടി വിളിച്ചപ്പം അവൻ തിരിച്ച് വിസിലടിച്ചു. അത് അവനായതുകൊണ്ടല്ലേ അങ്ങനെ വിസിലടിച്ചത്? അല്ലെങ്കിൽ വിസിലടിക്കോ? മലയാളിയായിരിക്കും. വേറൊരു ബോട്ടിൽ നിന്നുകൊണ്ടൊരു മലയാളി മലയാളത്തിൽ വിളിച്ചു പറയുന്നത് കേട്ടിട്ട് വെറുതെ വിസിലടിച്ചതായിരിക്കും. അതൊക്കെ അങ്ങനെ ആരായാലും ചെയ്യുമല്ലോ. ആ, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. നീ അവനെ നല്ലപോലെ അടുത്ത് കണ്ടില്ലല്ലോ? ഇല്ല. അവന് താടിയും മീശയും ഒക്കെ ഉണ്ടോ? അതൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ എന്തോന്ന് കണ്ടിട്ടാ നീ ഇതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കണത്? ഞാൻ ആരോടും ഒന്നും വിളിച്ചു പറഞ്ഞില്ലല്ലോ മുതലാളി. പിന്നെങ്ങനെ ചെല്ലിക്കടപ്പുറത്ത് വിവരമറിഞ്ഞു? ഞാൻ ആ മരിയഗുരത്തിയിലെ സിൽവനോട് പറഞ്ഞായിരുന്നു. അതിപ്പോൾ ചെല്ലിക്കടപ്പുറത്ത് പാട്ടായല്ലോ. മുതലാളിക്ക് അത് നല്ലതാണ്. ശൗരിക്കുട്ടി ജീവിച്ചിരിപ്പുണ്ടെന്ന് 4 ആൾ അറിയട്ടെ. മുതലാളി അവനെ തല്ലിക്കൊന്നെന്നും കടലിൽ താത്തിയെന്നും പറഞ്ഞല്ലായിരുന്നോ കേസും പോലീസും? അതൊന്നും സാരമില്ലടാ. അവൻ ചത്തോട്ട്. ജീവിച്ചിരിപ്പുണ്ടെങ്കിലാ പ്രശ്നം. എന്നാ അവൻ ജീവിച്ചിരിപ്പില്ല മുതലാളിയെ. പിന്നെ നീ കണ്ടെന്ന് പറഞ്ഞത്? മുതലാളി, അത് ശൗരിക്കുട്ടിയാണെന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. അതാ. എടാ, നിനക്ക് നിങ്ങളുടെ ബോട്ടടുപ്പിച്ച് എല്ലാം നോക്കിക്കണ്ട് ചോദിച്ചറിഞ്ഞിട്ട് വന്നുകൂടായിരുന്നോ? മുതലാളി, ബോട്ട് നമ്മുടെ സ്വന്തമല്ലല്ലോ. നമ്മൾ വെറും പണിക്കാരനല്ലേ. ഞാൻ പറഞ്ഞപ്പോഴേക്കും ബോട്ട് ഓടിക്കൊണ്ടിരുന്നു. അത് ശൗരിക്കുട്ടിയാണോന്ന് നോക്കി വരാം, തിരിച്ചു പോകാമെന്ന് ഞാൻ പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കുവോ? ശരി, ആ ബോട്ടിൻ്റെ പേര് നിനക്കറിയാവോ? സായിബാബ. തെലുങ്കും ഇംഗ്ലീഷുമാ എഴുതി വച്ചിരുന്നേ. വേറൊരാളാ പറഞ്ഞത് സായിബാബ. സൈമൺ തരകൻ മനപ്പാടമാക്കുന്നത് പോലെ പിറുപിറുത്തു. അതിനുശേഷം ബെൻസ് കാർ കിടക്കുന്നിടത്തേക്ക് നടന്നുപോയി. അടുത്ത ദിവസം തൻ്റെ ഭർത്താവ് ആന്ധ്രയിലേക്ക് യാത്ര പുറപ്പെടാൻ തയ്യാറെടുക്കുന്നത് കണ്ട് എൽസമ്മ ചോദിച്ചു, എന്തിനാ ഇപ്പോൾ ആന്ധ്രയ്ക്ക്? പോകേണ്ട കാര്യമുണ്ട്. എന്നോട് പറയാൻ വയ്യാത്ത കാര്യമാണോ? നീ അറിയണ്ട, യാതൊരു ആവശ്യവുമില്ല. എന്നുവെച്ച് ഞാനൊന്നും അറിഞ്ഞില്ലെന്ന് വിചാരിക്കണ്ട. നീ എന്തറിഞ്ഞു? ശൗരിയെ തിരക്കി പോവുകയാണെന്ന്. ആര് പറഞ്ഞു നിൻ്റെ അടുത്ത്? ആരെങ്കിലും ആയിക്കോട്ടെ. ഞാൻ ഈ ചല്ലിക്കിടപ്പുറത്ത് എന്ത് നടന്നാലും അറിയും. ശൗരി ജീവനോടെ ഇരിപ്പുണ്ടെന്ന് മരിയ ഗൊരത്തിയിലെ സിൽവിയൻ പറഞ്ഞു നടക്കുന്നത് ഞാൻ അറിഞ്ഞല്ലോ. അത് സത്യമാണോന്ന് ഞാൻ അന്വേഷിക്കട്ടെ. അവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമാധാനിക്കാമല്ലോ. കടപ്പുറംകാരെല്ലാം വിചാരിച്ചേക്കണത് നിങ്ങൾ ശൗരിയെ കൊന്ന് കടലിൽ തള്ളിന്നല്ലേ. ആ പേരുദോഷം മാറുമല്ലോ. നീ ചിലക്കാണ്ടിരി എൽസമ്മേ. സൈമൺ തരകന് ദേഷ്യം വന്നു. അവൻ എവിടെങ്കിലും പോയി ജീവിക്കട്ടെ.
നമ്മുടെ ഡാൻഡസിൻ്റെ പ്രായമാണല്ലോ. അവനെക്കൊണ്ട് നിങ്ങൾക്കെന്തെങ്കിലും ശല്യമുണ്ടോ? സൈമൺ തരകൻ മറുപടി പറയാതെ എൽസമ്മയുടെ മുന്നിൽ നിന്ന് പോയി. ആന്ധ്രയ്ക്ക് പോകാൻ സൈമൺ തരകൻ തൻ്റെ മൂത്ത മകൻ റോയിയെയും ഒപ്പം കൂട്ടി. അവനാണെങ്കിൽ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനറിയാം. നെടുമ്പാശ്ശേരിയിൽ നിന്ന് വിമാനത്തിൽ വിശാഖപട്ടണത്തിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബെൻസ് കാറിൽ അപ്പനും മകനും ഡ്രൈവറും കൂടി നെടുമ്പാശ്ശേരിക്ക് വൈകുന്നേരം തിരിച്ചു. അധ്യായം 26. ആന്ധ്രയുടെ തെക്കൻ തീരക്കടലിലെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന തുറമുഖങ്ങളിലും മകനെയും കൂട്ടി അലഞ്ഞു നടന്ന് സൈമൺ തരകൻ ശൗരിക്കുട്ടിയെപ്പറ്റി അന്വേഷിച്ചു. സായിബാബ എന്ന പേരിലുള്ള ബോട്ടിനെപ്പറ്റി തിരക്കിയപ്പോൾ ആ പേരിൽ 10-12 ബോട്ടുകളുണ്ടെന്ന് അറിവായി. 2 ആഴ്ചയോളം നീണ്ട തിരച്ചിൽ അവസാനിപ്പിച്ച് സൈമൺ തരകനും റോയ് സൈമണും കൂടി കേരളത്തിലേക്ക് മടങ്ങി. ശൗരിയെ കണ്ടെന്ന് പറഞ്ഞു വരുത്തിയ രാമകൃഷ്ണനെയും സിൽവിയനെയും തല്ലിക്കൊല്ലണമെന്നുണ്ടായിരുന്നു സൈമൺ തരകന്. സൈമൺ തരകൻ്റെ ദേഷ്യം കണ്ട് എൽസമ്മ പറഞ്ഞു, ശൗരി ജീവിച്ചിരിപ്പില്ലെങ്കിൽ അത് നല്ലതല്ലേ? സൈമൺ തരകൻ ഭാര്യയുടെ നേർക്ക് കുന്തം കൊണ്ട് കുത്തുന്ന ഒരു നോട്ടം നോക്കി. നീ തന്നല്ലേടി പറഞ്ഞത് ശൗരി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതെനിക്ക് നല്ലതാണെന്ന്? അതെ, അതിലെന്താ തെറ്റ്? സൈമൺ തരകൻ ഭാര്യയെ ഒന്നുകൂടി നോക്കി. നീയൊക്കെ എങ്ങനെ മനുഷ്യ സ്ത്രീയായി ഈ ഉലകത്തിൽ ജന്മമെടുത്തു എന്നായിരുന്നു ആ നോട്ടത്തിൻ്റെ അർത്ഥം. ഡാൻഡസിൻ്റെ വയലിൻ കച്ചേരി ഉണ്ടായിരുന്നു കോളേജിൻ്റെ യൂത്ത് ഫെസ്റ്റിവലിന്. നിങ്ങൾ കണ്ടില്ലല്ലോ. തെലുങ്കന്മാരുടെ പുറകിന് നടക്കുമല്ലായിരുന്നോ? എൽസമ്മ വിഷയം പാടെ മാറ്റിക്കളഞ്ഞു. എന്തായിരുന്നു അവന് കിട്ടിയ കയ്യടി? നീ പോയോ കച്ചേരി കേൾക്കാൻ? സൈമൺ തരകൻ ചോദിച്ചു. പിന്നെ പോകാതിരിക്കുവോ? അവന് സമ്മാനവും കിട്ടി, ഫസ്റ്റ് പ്രൈസ്. അവനെ ഇങ്ങ് വിളിക്കടി. സൈമൺ തരകൻ്റെ സ്വരം അല്പം മയപ്പെട്ടു. എൽസമ്മ മകനെ വിളിച്ച് അപ്പൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. സൈമൺ തരകന് ഡാൻഡസിനെ പറ്റി വലിയ അഭിമാനമാണ്. അവൻ്റെ കലാപരമായ കഴിവുകളെ അയാൾ മനസ്സ് ബഹുമാനിക്കുന്നുണ്ട്. നല്ല മൂഡിലാണെങ്കിൽ സൈമൺ തരകൻ പറയും, എൻ്റെ അപ്പൻ്റെ മുത്തപ്പൻ പള്ളിപ്പാട്ടുകാരനായിരുന്നു, നല്ല പോലെ ഹാർമോണിയം വായിക്കുമായിരുന്നു. ആ കഴിവാ ഡാൻഡസിന് കിട്ടിയേക്കണത്. അത് എൽസമ്മ സമ്മതിച്ചു കൊടുക്കില്ല. എൽസമ്മയുടെ പൂർവികരിൽ ഒരു കലാകാരനുണ്ടായിരുന്നു. അയാൾ ബാൻഡ് വാദ്യക്കാരനായിരുന്നു. ആ പാരമ്പര്യമാണ് ഡാൻഡസിന് കിട്ടിയിരിക്കുന്നത് എന്ന് എൽസമ്മ തർക്കിക്കും. തങ്ങളുടെ മറ്റു മക്കളോടില്ലാത്തത്രയും വാത്സല്യം എൽസമ്മയ്ക്കും സൈമൺ തരകനും ഡാൻഡസിനോടുണ്ട് എന്നത് ഒരു പരമാർത്ഥമാണ്. റോയ് സൈമണും റോബിനും ഡോളിക്കും അക്കാര്യത്തിൽ ചില പരിഭവങ്ങളും പരാതികളും ഉണ്ടായിരുന്നു. എൽസമ്മ അതെല്ലാം കൂടി ഒരൊറ്റ സമവാക്യം കൊണ്ട് ഹരിച്ചു കളയും. അവൻ കൊച്ചല്ലേ, നിങ്ങളുടെ എല്ലാം കുഞ്ഞനുജനല്ലേ അവൻ. ഞങ്ങൾ കൊടുക്കുന്നതിനേക്കായാലും സ്നേഹം നിങ്ങളല്ലേ അവന് കൊടുക്കേണ്ടത്. ഡാൻഡസിൻ്റെ സ്വഭാവത്തിലും ഇതര സഹോദരങ്ങളെ അപേക്ഷിച്ച് വ്യത്യസ്തതയുണ്ടായിരുന്നു. പൊതുവെ ശാന്തനാണ് ഡാൻഡസ്, സൗമ്യനാണ്. അവൻ്റെ ശബ്ദത്തിന് തന്നെ ഒരിമ്പമുണ്ട്. വാക്കുകൾ കൃത്യമായി അടുക്കി മിനുസപ്പെടുത്തിയതുപോലെയാണ് അവൻ്റെ ഉച്ചാരണശുദ്ധി. റോയ് സൈമൺ അഹന്ത നിറഞ്ഞവനും അത് മറ്റുള്ളവരുടെ മുൻപാകെ പ്രദർശിപ്പിക്കാൻ ഉത്സുകനുമാണ്. അവൻ അവൻ്റെ പിതാവിനെ പോലെ നിർഭയനാണെന്ന് എൽസമ്മ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. റോബിൻ എടുത്തുചാട്ടക്കാരനാണ്. ആവശ്യമുള്ള കാര്യത്തിനും ഇല്ലാത്തതിനുമെല്ലാം വലിയ ബഹളമുണ്ടാക്കും. വലിയ മണ്ടത്തരങ്ങളെടുത്ത് തലയിൽ വയ്ക്കും. ഡോളി സൈമണ് ആടയാഭരണങ്ങളോടും അണിഞ്ഞൊരുങ്ങി നടക്കുന്നതിനോടുമാണ് കമ്പം. മക്കൾ പഠിച്ച് ഉന്നത നിലയിലെത്തുമെന്ന് ഒരു പ്രതീക്ഷ എൽസമ്മയ്ക്കുണ്ടായിരുന്നു. ചെറിയ പ്രായത്തിൽ പഠിത്തക്കാരുടെ ചില ലക്ഷണങ്ങളൊക്കെ 3 പേരും പ്രകടിപ്പിച്ചിരുന്നു. റോയ് സൈമൺ MBA പഠിച്ചിട്ട് വന്ന് വീട്ടിൽ നിൽപ്പായി. പുറമേ എവിടെയെങ്കിലും ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യാൻ അയാൾക്ക് താല്പര്യമില്ല. ഐസ് ഫാക്ടറികളുടെയും മീൻ വള്ളങ്ങളുടെയും ബിസിനസ്സിൽ സൈമൺ തരകനെ സഹായിക്കുകയാണ് റോയ് സൈമൻ്റെ ഇഷ്ടപ്പെട്ട തൊഴിൽ. മകൻ ഒരിടത്തും എത്താതെ പോയതിനെപ്പറ്റി എൽസമ്മ വേവലാതിപ്പെടുമ്പോൾ സൈമൺ തരകൻ പറയും, എൻ്റെ തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ആരെങ്കിലും വേണ്ടടി. എങ്കിൽ രണ്ടാമത്തവനോ, റോബിൻ സൈമൺ. അവനും ഒരിടത്തും എത്തിയില്ല. തമിഴ്നാട്ടിലെ 2 കോളേജുകളിൽ എഞ്ചിനീയറിങ്ങിന് കൊണ്ടുപോയി ചേർത്തു. 2 നിന്നും റാഗിംഗ് പേടിച്ച് റോബിൻ തിരിച്ചു പോന്നു. ഒരിടത്ത് റാഗിംഗ് അല്പം കടുത്തുപോയി. അതോടെ അന്യസംസ്ഥാനത്ത് പോയി പഠിക്കുക എന്നത് അവന് പേടി സ്വപ്നമായി. 2 വർഷം പാഴായിപ്പോയി. അവന് ആലപ്പുഴയിൽ ഒരു ബിസിനസ് ശരിയാക്കി കൊടുക്കാമെന്നാണ് സൈമൺ തരകൻ്റെ കണക്കുകൂട്ടൽ. ഡോളി സൈമണെ MBBSന് വിട്ട് ഡോക്ടറാക്കാൻ കഴിയുമെന്നായിരുന്നു എൽസമ്മയുടെ പ്രതീക്ഷ. പക്ഷേ അവൾക്ക് എൻട്രൻസ് എന്ന കടമ്പ കടക്കാനായില്ല. തുടർന്ന് ഡിഗ്രി പരീക്ഷകളായ BCom, MCom എന്നിവ പാസ്സായി. ഇനി കല്യാണം കഴിച്ചു കളയാം എന്ന മട്ടിൽ വീട്ടിൽ നിൽക്കുകയാണ്. ഇവരുടെയെല്ലാം ഇടയിലാണ് ഡാൻഡസ്. വ്യക്തമായ സ്വഭാവ സവിശേഷതകളോടെയും കലാനൈപുണ്യത്തോടെയും തിളങ്ങി നിൽക്കുന്നത്.
ഡാൻഡസ് മുന്നിൽ വന്നു നിന്നപ്പോൾ സൈമൺ തരകന് തൻ്റെ മുഖം അല്പം ഉയർത്തേണ്ടി വന്നോ എന്നൊരു സംശയം. തന്നേക്കാൾ മകന് 2 ഇഞ്ച് ഉയരമെങ്കിലും കൂടുതലില്ലേ? എന്നേക്കാൾ പൊക്കം വെച്ചോടി ഇവൻ? സൈമൺ തരകൻ എൽസമ്മയോട് ചോദിച്ചു. ആ ഉണ്ട്, എൽസമ്മ അഭിമാനത്തോടെ പറഞ്ഞു. നിനക്ക് വയലിൻ കച്ചേരിക്ക് സമ്മാനം കിട്ടിയെന്ന് പറഞ്ഞു കേട്ടല്ലോ. സൈമൺ തരകൻ സന്തോഷം മടക്കി പിടിച്ച് ചോദിച്ചു. ശരിയാണ്, ഡാൻഡസ് പറഞ്ഞു. അവൻ്റെ ശബ്ദം മാത്രമല്ല രൂപവും സൗകുമാര്യമുള്ളതാണെന്ന് സൈമൺ തരകൻ അഭിമാനത്തോടെ കണ്ടു. സുന്ദരൻ, ആരും ഒന്നുകൂടി നോക്കും. സ്നേഹം ഓളം വെട്ടുന്ന പുഞ്ചിരിക്കുന്ന കണ്ണുകൾ. നിന്റെ കച്ചേരി കാണാൻ പറ്റിയില്ലല്ലോ. പപ്പ ശൗര്യയെ കാണാൻ പോയിട്ട് കണ്ടോ? ഡാൻഡസ് ചോദിച്ചു. ആര് പറഞ്ഞു ഞാൻ ശൗര്യയെ കാണാൻ പോയെന്ന്? മമ്മി പറഞ്ഞു. സൈമൺ തരകൻ ഭാര്യയെ നോക്കി. അതിപ്പോൾ ഞാൻ പറഞ്ഞില്ലെങ്കിലും മക്കൾക്കെല്ലാം അറിയാം. ശൗര്യ നിങ്ങളുടെ മകനാണെന്ന്. മുഖത്തടിക്കുന്ന പോലെ എൽസമ്മ പറഞ്ഞു. ഡാൻഡസിൻ്റെ മുന്നിൽ വച്ചുണ്ടായ ആ പ്രഖ്യാപനം സൈമൺ തരകന് അങ്ങേയറ്റം അപമാനകരമായി തോന്നി. ഡാൻഡസ് ഇല്ലായിരുന്നെങ്കിൽ കണ്ണു പൊട്ടുന്ന ഒരു തെറി കൊണ്ട് എൽസമ്മയുടെ നാവടപ്പിച്ചേനെ സൈമൺ തരകൻ. അവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വിളിച്ചോണ്ട് വന്ന് അവനൊരു ബോട്ടോ വള്ളമോ കൊടുത്തൂടെ പപ്പ? ഡാൻഡസിൻ്റെ ചോദ്യം കേട്ട് സൈമൺ തരകൻ ഞെട്ടിപ്പോയി. അവൻ ജീവിച്ചു പോട്ടെ പപ്പ, എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെന്താ? നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത് കേട്ടാ. നീ ചെറുതാ, നിനക്ക് ലോക വിവരമില്ല. വല്ലവരും വല്ലതും പറയണത് കേട്ട് ഇവിടെ വന്ന് പറയല്ലേ. അത് നല്ല ശീലമല്ല. സൈമൺ തരകൻ മകനെ ശകാരിച്ചു. ആരും പറഞ്ഞു കേട്ടതല്ല, എനിക്ക് തോന്നിയതാ. ശൗര്യയെ ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ ആരാണെന്ന് എനിക്കറിയാം. നീ പോയിരുന്ന് വല്ലതും പഠിക്കാനുണ്ടെങ്കിൽ പഠിക്ക്. ഡാൻഡസ് പിന്നെ ഒന്നും പറയാതെ സൈമൺ തരകൻ്റെ മുന്നിൽ നിന്ന് പോയി. നീയാണോ അവന് ഇതെല്ലാം പഠിപ്പിച്ചു കൊടുത്തത്? സൈമൺ തരകൻ എൽസമ്മയോട് തട്ടിക്കയറി. അവൻ ചെറിയ കുട്ടിയാണെന്നാണോ നിങ്ങളുടെ വിചാരം? 19 വയസ്സായി അവന്. ഇതൊന്നുമല്ല, ചോദ്യങ്ങൾ വരാനിരിക്കുന്നേയുള്ളൂ. സൈമൺ തരകന് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ട് എൽസമ്മ അയാളുടെ മുന്നിൽ നിന്ന് പോയി കളഞ്ഞു. ശൗര്യക്കുട്ടിയെക്കുറിച്ചുള്ള എമിലിയുടെ അന്വേഷണങ്ങൾ എങ്ങും എത്താതെ അവസാനിച്ചു. സിൽവിയനിൽ നിന്ന് അഡ്രസ്സ് വാങ്ങി അവൾ അമ്പലപ്പുഴയിൽ പോയി രാമകൃഷ്ണനെ കണ്ട് സംസാരിച്ചു. രാമകൃഷ്ണൻ സൈമൺ തരകനോട് പറഞ്ഞതു തന്നെ എമിലിയോടും പറഞ്ഞു. ബോട്ടിൻ്റെ ഡെക്കിൽ മീൻവല വലിച്ചു കയറ്റുന്നവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന കണ്ടപ്പം എനിക്ക് തോന്നി അവൻ ശൗര്യക്കുട്ടീനെ പോലെ ഉണ്ടല്ലോ എന്ന്. ഞാൻ അവൻ്റെ പേര് പറഞ്ഞ് കൂക്കി വിളിച്ചു. അപ്പോൾ അവനെന്നെ നോക്കി വായിൽ വിരലിട്ട് വിസിലടിച്ചു. എത്ര അകലത്തിന്നാ കണ്ടത്? 50-60 അടി. ബോട്ടല്ലേ, അതിൽ കൂടുതൽ അടുത്തോട്ട് ചെല്ലാൻ പറ്റില്ല. ഇടയ്ക്ക് കാരിയർ വെള്ളം കിടക്കണ. ഞങ്ങളുടെ ബോട്ട് പതിയെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ശൗര്യക്കുട്ടി തന്നാണോ? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. കണ്ടപ്പോൾ ഒരു തോന്നൽ. 50-60 അടി ദൂരത്തിൽ നിന്നല്ലേ. നീ ശൗര്യക്കുട്ടിയാണാടാന്ന് ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ. എമിലി നഷ്ടബോധത്തോടെ രാമകൃഷ്ണനെ നോക്കി. അങ്ങനെ ചോദിക്കാൻ അത് ശൗര്യക്കുട്ടിയല്ലാന്ന് എനിക്ക് തോന്നിയില്ല. അവൻ വിസിലടിച്ചപ്പോൾ അത് ശൗര്യ തന്നെയാണെന്നല്ലേ എൻ്റെ വിചാരം. ആയിരിക്കും അല്ലേ? എമിലി വിദൂര പ്രതീക്ഷയോടെ രാമകൃഷ്ണനെ നോക്കി. സൈമൺ മുതലാളിയും ഇവിടെ വന്ന് എന്നോട് ചോദിച്ചായിരുന്നു ഞാൻ കണ്ടത് ശൗര്യനെ തന്നെയാണോന്ന്. അതെന്തിനാ അയാൾ അറിയുന്നേ? അയാൾ കൊന്ന് കടലിൽ മുക്കിന്നല്ലേ എല്ലാവരുടെയും വിശ്വാസം. അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ മുതലാളിക്ക് അവനെ വിളിച്ചോണ്ട് വന്ന് കാട്ടിക്കൊടുത്തിട്ട് പറയാലോ, ദാ നിൽക്കണ ഞാൻ തല്ലിക്കൊന്ന് കടലിലൊഴുക്കിയ നിങ്ങളുടെ ശൗര്യന്ന്. അതൊന്നുമല്ല. എമിലി നിഷേധ രൂപേണ തലയാട്ടി. അതൊന്നുമല്ല കാര്യം. രാമകൃഷ്ണനോട് കാര്യം എന്താണെന്ന് എമിലി പറഞ്ഞില്ല. അവൾ ചെല്ലിക്കടപ്പുറത്തേക്ക് തിരിച്ചുപോയി. വീണ്ടും ദിവസങ്ങളും മാസങ്ങളും ചെല്ലിക്കടപ്പുറത്ത് ഇരുട്ട് വിതച്ചും വെളിച്ചം കൊയ്തും കടന്നുപോയി. ജാനറ്റ് മാത്തുക്കുട്ടിയുടെ വരവിനായി മാസങ്ങളോളം കാത്തിരുന്നത് വിഫലമായി. അവൻ്റെ മൊബൈൽ നമ്പറിലേക്ക് അവൾ കട്ടുവിളിച്ചപ്പോഴെല്ലാം സ്വിച്ച്ഡ് ഓഫ് എന്ന സന്ദേശമാണ് ലഭിച്ചത്. പിന്നീട് ഇങ്ങനെയൊരു നമ്പർ നിലവിലില്ല എന്ന അറിയിപ്പും വന്നു. തൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരുന്ന കൂട്ടുകാരിൽ ചിലരെ ഫോണിൽ വിളിച്ച് ജാനറ്റ് മാത്തുക്കുട്ടിയെപ്പറ്റി അന്വേഷിച്ചു. മാത്തുക്കുട്ടി തുടർന്ന് കോഴ്സ് പഠിക്കുന്നുണ്ടെന്നായിരുന്നു അവൾക്ക് കിട്ടിയ വിവരം. എല്ലാവരും പഠനം തുടരുകയാണ്. പ്രേമിച്ചു കൊണ്ടിരുന്നവരെല്ലാം അതും തുടരുകയാണ്. തനിക്ക് മാത്രമാണ് പഠനവും പ്രേമവും നിഷേധിക്കപ്പെട്ടിരിക്കുന്നത് എന്നത് അവളെ രോഷാകുലയാക്കുകയും ആത്മഹത്യയെക്കുറിച്ച് കൂടെ കൂടെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഒരു രാത്രി അവൾ രണ്ടും കൽപ്പിച്ച് കടലിൽ ചാടി ചാവാനായി ഇറങ്ങി പുറപ്പെട്ടു. കടപ്പുറത്ത് എത്തിയപ്പോൾ ഇരുട്ടിൽ നിന്ന് ചില പുരുഷന്മാരുടെ ശബ്ദം കേട്ടു. ആരാ അത് എന്ന് ചോദിച്ചുകൊണ്ട് 2 പേർ അവളുടെ നേർക്ക് വന്നു. പ്രാണനെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞോടി. വീടിൻ്റെ തിണ്ണയിൽ ഓടിക്കയറിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ 2 നിഴൽ രൂപങ്ങൾ പിന്തിരിഞ്ഞു പോകുന്നത് കണ്ടു. കിതപ്പ് കാരണം അവൾക്ക് വേണ്ടത്ര ശ്വാസം കിട്ടിയില്ല.
അതുപോലൊരു പേടി മുൻപൊരിക്കലും പേടിച്ചിട്ടില്ലെന്ന് അവൾക്ക് തോന്നി. ആ സംഭവത്തിനു ശേഷം ആത്മഹത്യ എന്ന ആശയം അവൾ ഉപേക്ഷിച്ചു. മരിക്കാൻ വേറെ വഴികൾ പലതുണ്ടെങ്കിലും അതൊന്നും അവൾക്ക് സ്വീകാര്യമായി തോന്നിയില്ല. തൂങ്ങി മരിക്കുന്നതും റെയിൽപാളത്തിൽ കൊണ്ടുചെന്ന് തലവെക്കുന്നതും ഭീകരമാണെന്ന് അവൾ സങ്കല്പിച്ചു. ലോകം ക്രൂരതകളും അനീതികളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് അവൾക്ക് മനസ്സിലായി. നല്ല മനുഷ്യരെ കാണാനേയില്ല. എല്ലാവരും നിഷ്ഠൂരന്മാരാണ്, അസൂയാലുക്കളും അസഹിഷ്ണുക്കളുമാണ്. സ്വാർത്ഥതയും ദുരഭിമാനവും വിചിത്ര വിശ്വാസങ്ങളുമായി ജീവിക്കുന്ന ദുഷ്ടജീവികൾ. ജാനറ്റ് മനുഷ്യകുലത്തെ ശപിച്ചു. ചെല്ലിക്കടപ്പുറത്തെ കാതലായ മാറ്റങ്ങളൊന്നുമില്ല. കടൽ ന്യൂനമർദ്ദം ശക്തിപ്പെടുമ്പോൾ ഇടിച്ചു കയറി വരും. കുറച്ചു കര നക്കിയെടുത്തുകൊണ്ടു പോകും. വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി നിക്ഷേപിക്കും. എമിലിയുടെ ചായക്കട 2 തവണ കടലെടുത്തുപോയി. ഒടുവിൽ വന്ന കടലാക്രമണം രൂക്ഷമായിരുന്നു. രാത്രിയിൽ ഓർക്കാപ്പുറത്ത് ചീറിയടിച്ച കാറ്റിലും മഴയിലും തിരമാലകളിലും പെട്ട് ചായക്കട മുഴുവൻ ഒലിച്ചുപോയി. അതോടെ എമിലി ചായക്കട നിർത്തി. ആഞ്ചലോസ് വള്ളത്തിൽ നിന്ന് മീൻ വാരാൻ പോകും. ഡെന്നിച്ചൻ ഇക്കാലയളവിൽ പല വള്ളങ്ങളിൽ മാറി മാറി ജോലി ചെയ്തു. ഓരോ വർഷത്തെയും ലാഭനഷ്ടങ്ങളുടെ വരവു ചെലവുകളുടെയും കണക്ക് എഴുതിക്കൂട്ടിയാലും മനക്കണക്കിൽ നോക്കിയാലും മിച്ചം വരുന്നത് രോഗവും പട്ടിണിയും കടങ്ങളും മാത്രമായിരുന്നു. ചെല്ലിക്കടപ്പുറത്തെന്നല്ല, ഒരു കടപ്പുറത്തും മിക്ക ദിവസങ്ങളിലും പണിയില്ല. തീരക്കടലിൽ നിന്ന് മീനെല്ലാം ഒഴിഞ്ഞുപോയി. ചെറുവള്ളക്കാർ പോലും 10-16 ഭാഗം ആഴത്തിൽ അകലെ പോയിട്ടാണ് മീൻ പിടിക്കുന്നത്. ആയിരക്കണക്കിന് വള്ളങ്ങളും ഫിഷിംഗ് ബോട്ടുകളും മീൻപിടുത്ത കപ്പലുകളും കൂടി കടൽ അരിച്ചുവാരി പിടിക്കുകയാണ്. കടലിലേക്ക് പണിക്ക് പോയാൽ ആഴ്ചയിൽ 1 ദിവസമെങ്കിലും വള്ളം നിറയെ മീനുമായി വരാമെന്ന സ്വപ്നം പൊലിഞ്ഞു. എഞ്ചിൻ പ്രവർത്തിക്കാൻ ചെലവാക്കുന്ന മണ്ണെണ്ണക്കാശിന് പോലും മീൻ കിട്ടാത്ത ദിവസങ്ങളായിരുന്നു അധികവും. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ മറ്റു ജോലികൾക്ക് പോയി തുടങ്ങി. ഡെന്നിച്ചനും മറ്റെന്തെങ്കിലും തൊഴിൽ അന്വേഷിച്ചില്ലെങ്കിൽ കുടുംബം തീർത്തും പട്ടിണിയാകുമെന്ന ചിന്ത വന്നു. കടപ്പുറങ്ങളിലെ തരകന്മാർക്ക് മാത്രം കാര്യമായ ക്ഷീണമൊന്നുമില്ല. സൈമൺ തരകൻ റോയ് സൈമണിൻ്റെ കല്യാണവും ഡോളി സൈമണിൻ്റെ കല്യാണവും തലേ വർഷവും പിറ്റേ വർഷവുമായി നടത്തി. എമിലിയുടെ കുടുംബത്തെ ഒഴികെ ചെല്ലിക്കടപ്പുറത്തെ സകല കുടുംബക്കാരെയും 2 കല്യാണത്തിനും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അതിഗംഭീരമായ കല്യാണങ്ങൾ എന്ന് ചെല്ലിക്കടപ്പുറത്തുകാർ പറഞ്ഞു നടന്നു. എമിലിക്ക് ജാനറ്റിൻ്റെ കല്യാണം നടത്താൻ തീവ്രമായ ആഗ്രഹമുണ്ടായിരുന്നു. യൗവനത്തിലേക്ക് കാലൂന്നിയപ്പോൾ ആരെയും മോഹിപ്പിക്കും വിധം സുന്ദരിയായിരുന്നവൾ ഇപ്പോൾ ആ നല്ല കാലത്തിൻ്റെ നിഴൽ രൂപമായി മാറിപ്പോയിരിക്കുന്നു. റെജീന വല്ലപ്പോഴും എമിലിയെ സന്ദർശിക്കാൻ വരും. ജാനറ്റിന് റെജീനയെ കണ്ടുകൂടാ. റെജീന വീട്ടിൽ വന്നാലുടൻ ജാനറ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കളയും. പിന്നെ റെജീന പോയി കഴിഞ്ഞ് അവൾ വീട്ടിലേക്ക് കയറി വരൂ. തൻ്റെ ജീവിതം ദുരന്തമാക്കിയത് റെജീനയാണെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. റെജീന വരുമ്പോഴെല്ലാം കാരക്കാട്ട് സൈമൺ തരകൻ്റെ മകൻ ഡാൻഡസിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞു പുകഴ്ത്തുമായിരുന്നു. എമിലിക്ക് അത് കേൾക്കാൻ യാതൊരു താല്പര്യവുമില്ല. എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞ് എമിലി മാറിപ്പോയാലും റെജീന ഡാൻഡസിനെ പ്രശംസിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഡാൻഡസിൻ്റെ വയലിൻ, ഡാൻഡസിൻ്റെ ശബ്ദം, ഡാൻഡസിൻ്റെ സൗന്ദര്യം, ഒടുവിൽ ഇത്രയും കൂടി കൂട്ടിച്ചേർക്കും. നമ്മുടെ വല്യപ്പച്ചൻ്റെ എല്ലാ ഗുണങ്ങളും ആ ഡാൻഡസിന് കിട്ടിയിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ എമിലിക്ക് അരിശം വരും. നമ്മുടെ വല്യപ്പച്ചൻ്റെ ഗുണം കാരക്കാട്ടെ കാട്ടുപോത്തിൻ്റെ മകന് എങ്ങനെ കിട്ടാനാ? ഓ, അത് ശരിയാണല്ലോ. എന്നാലും ഡാൻഡസിനെ കാണുമ്പോഴെല്ലാം ഞാൻ നമ്മുടെ വല്യപ്പച്ചനെ ഓർത്തു പോകും. എന്താണെന്നറിയില്ല. നീ എന്തിനാ അവൻ്റെ പുറകിൽ നടക്കണേ? അവൻ്റെ പാട്ടും കൂത്തും കേൾക്കാൻ പോയിട്ടല്ലേ? അതോടെ റെജീന തർക്കം അവസാനിപ്പിക്കും. ഡാൻഡസ് എമിലി ചേച്ചിയുടെ പുത്രനാണെന്ന സത്യം അന്നേരം അവളുടെ നാവിൻ തുമ്പിലിരുന്ന് തരിക്കാറുണ്ട്. ഡാൻഡസിന് ഒരു പ്രേമഭാജനമുണ്ടെന്നുകൂടി അവൾക്ക് പറയാനുണ്ടായിരുന്നു. അറയ്ക്കൽ ചാർലിയുടെ മകൾ സോണിയ റോസ്. പക്ഷേ അതും കൂടി കേട്ടാൽ ചേച്ചിക്ക് കലിയിളകുമെന്ന് കരുതി അവൾ അക്കാര്യം മനസ്സിലടക്കി വെച്ചു. എമിലി തൻ്റെ ഏകാന്തതകളിൽ കടപ്പുറത്തേക്ക് കണ്ണും നട്ട് ഭൂമിയുടെ മറുകരയിലുള്ള മറ്റേതോ ലോകത്തേക്ക് മനസ്സൂന്നിയിരിക്കും. അപ്പോൾ അവൾക്ക് കാണാം ആന്ധ്ര എന്ന വൻകരയും അതിനെ തുടർന്ന് നീലസമുദ്രവും. ആ തീരക്കടലിലൂടെ ഒരു ഫിഷിംഗ് ബോട്ട് വല വിരിച്ച് മീൻകോരി നടക്കുന്നുണ്ട്. ആ ബോട്ടിലെ പണിക്കാരിൽ ഒരാൾ ശൗരിക്കുട്ടിയാണ്. ശൗരിക്കുട്ടിയെ എന്നൊന്ന് ഉറക്കെ വിളിച്ചാൽ അവൻ തലതിരിച്ചു നോക്കും. വായിൽ വിരലിട്ട് വിസിലടിച്ച് ആഹ്ലാദം പ്രകടിപ്പിക്കും. ആന്ധ്രയുടെ കടൽ തീരങ്ങൾ എമിലി കണ്ടിട്ടില്ല. എങ്കിലും അവൾക്ക് അത് മനപ്പാടമാണ്. അവിടുത്തെ കൊടുങ്കാറ്റുകളും ന്യൂനമർദ്ദങ്ങളും പേമാരിയും കടൽ ചുഴികളും കോളിളക്കങ്ങളും അവൾക്ക് തിരിച്ചറിയാൻ കഴിയും. അതിനെല്ലാറ്റിനും മീതെയാണ് ശൗരിക്കുട്ടി സഞ്ചരിക്കുന്ന ഫിഷിംഗ് ബോട്ട് സായിബാബ. ആ ബോട്ടിനു മീതെ അടിച്ചു കയറാൻ ഒരു തിരമാലയ്ക്ക് കഴിയുകയില്ല.
ആ ബോട്ടിന് മീൻ കൊടുക്കാതിരിക്കാൻ ആന്ധ്രാക്കടലിനും സാധ്യമല്ല. ആഞ്ചലോസ് തിരിച്ചു വരുമെന്ന് തൻ്റെ പ്രതീക്ഷ തെറ്റിയില്ലല്ലോ എന്ന് ഇടയ്ക്കിടെ എമിലി ഓർക്കും. ലോകത്തെല്ലാവരും ആഞ്ചലോസ് മരിച്ചെന്ന് വിശ്വസിച്ചിട്ടും അത് വിശ്വസിക്കാതിരുന്ന ഒരേയൊരാൾ താൻ മാത്രമായിരുന്നു. ശൗരിക്കുട്ടിയും തിരിച്ചു വരും. അവൾ ആ വിശ്വാസത്തിൽ തന്നെ മുറുകെ പിടിച്ചു. അധ്യായം 27. അറയ്ക്കൽ ചാർലിയുടെ ഔഡി Q7 കാർ കാരക്കാട്ട് ബംഗ്ലാവിലേക്ക് വരുന്ന വിവരം കാരക്കാട്ട് വീട്ടിൽ ഒരാൾക്ക് മാത്രമേ മുൻകൂട്ടി അറിയാമായിരുന്നുള്ളൂ, ഡാൻഡസിന്. അത് അവനെ മുൻകൂട്ടി അറിയിച്ചത് മറ്റാരുമായിരുന്നില്ല, അറയ്ക്കൽ ചാർലിയുടെയും ഭാര്യ റോസ്മേരിയുടെയും മകൾ സോണിയ റോസ്. കാരക്കാട്ട് വീട്ടിലേക്കുള്ള പാത രാജകീയമാണ്. ഏതാണ്ട് 300 മീറ്റർ നീളത്തിൽ വളവുതിരികളില്ലാതെ സിമന്റ് കട്ടകൾ പാകിയ റോഡ്. ഇരുവശത്തും പൂച്ചട്ടികളും പൂച്ചെടികളും. വീട്ടുമുറ്റത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ആ റോഡ് രണ്ടായി തിരിയുന്നു. ഇടതുവശത്തെ തിരിവിലൂടെയാണ് ബംഗ്ലാവിലേക്ക് വരേണ്ടത്. വലതുവശത്തെ റോഡ് തിരികെ പോകാനുള്ളതാണ്. 2 റോഡുകളും ചെന്ന് കൂട്ടിമുട്ടുന്നത് ബംഗ്ലാവിൻ്റെ വിശാലമായ കാർ പോർച്ചിലാണ്. 2 റോഡുകൾക്കും ഇടയിലുള്ളത് വൃത്താകൃതിയിലുള്ള പൂന്തോട്ടമാണ്. പൂന്തോട്ടത്തിന് മധ്യഭാഗത്തായി ഒരു ഫൗണ്ടനുമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ നവീകരണ പ്രവർത്തനങ്ങൾ കൊണ്ട് രൂപപ്പെട്ടു വന്നതാണ്. ആദ്യകാല കാരക്കാട്ട് ബംഗ്ലാവിൻ്റെ വളപ്പ് വെറും പൂഴിമണൽ മുറ്റം മാത്രമായിരുന്നു. വീട്ടുവളപ്പിനും മാത്രമല്ല, വീടിനും പല വർഷങ്ങളിലൂടെ രൂപാന്തരം വന്നു. ഓടുമേഞ്ഞിരുന്ന ചായ്പുകൾ അപ്രത്യക്ഷമായി. പകരം കോൺക്രീറ്റ് മേൽക്കൂര വന്നു. ഔട്ട് ഹൗസ് പുതുക്കിപ്പണിതു. വീട്ടുവളപ്പിൻ്റെ പിൻഭാഗം മതിൽ കെട്ടി വേർതിരിച്ചു. അവിടെ ഒരു ഗേറ്റും റോഡും പുതുതായി നിർമ്മിച്ചു. അവിടെ നിന്ന് നേരെ കടപ്പുറത്തേക്ക് ചുവന്ന ഇഷ്ടിക പാകിയ ഒരു നടപ്പാത ഉണ്ടാക്കി. അവിടെ തണൽ മരങ്ങളും പൂച്ചെടികളും വച്ചുപിടിപ്പിച്ചു. ആ നടപ്പാത കടപ്പുറം വരെ നീണ്ടു. കാരക്കാട്ട് ബംഗ്ലാവിന് മാത്രമായ ഒരു കടപ്പുറമുണ്ടായി. ഇരുവശത്തെയും അതിരുകൾ കമ്പിവേലി കെട്ടിത്തിരിച്ചു. കാരക്കാട്ട് കടപ്പുറത്ത് 3 കോൺക്രീറ്റ് വർണ്ണക്കുടകൾ വാർത്തുണ്ടാക്കി. അതിന് കീഴിലിരിക്കാൻ മാർബിൾ സ്ലാബ് സ്ഥാപിച്ചു. ഏതാണ്ട് 12 അടി ഉയരത്തിൽ വാച്ച് ടവർ നിർമ്മിച്ചു. അതിൽ കയറി നിന്നാൽ കടലിൻ്റെ വിശാലമായ കാഴ്ച കിട്ടുമായിരുന്നു. അറയ്ക്കൽ ചാർലിയുടെ കാർ കാരക്കാട്ട് ബംഗ്ലാവിലേക്ക് വരുമ്പോൾ ഡാൻഡസ് സൈമൺ റൂഫ് ഗാർഡനിൽ നിൽക്കുകയായിരുന്നു. കാർ പോർച്ചിലേക്ക് കാർ പ്രവേശിച്ചതോടെ മുകളിൽ നിന്നുള്ള കാഴ്ച മറിഞ്ഞു. ഡാൻഡസ് സ്റ്റെയർകേസ് ഇറങ്ങി താഴെയെത്തി. ചാർലിയും ഭാര്യ റോസ്മേരിയും, മൂത്ത മകൻ ആൽബർട്ടും രണ്ടാമത്തവൾ സോണിയ റോസും ഇളയവൾ ജൂലിയ റോസും കാറിൽ നിന്നിറങ്ങി സിറ്റൗട്ടിലേക്ക് കയറി. സൈമൺ തരകൻ വന്ന് വാതിൽ തുറന്നു. ചാർലിയെയും ഭാര്യയെയും മക്കളെയും കൈകൊടുത്ത് സ്വീകരിച്ചു. അയാളുടെ കൊതിപൂണ്ട കണ്ണുകൾ ചാർലിയുടെ ഭാര്യയുടെയും പെൺമക്കളുടെയും അഴകളവുകൾ ഒരു നിമിഷാർദ്ധം കൊണ്ട് വരച്ചെടുത്ത് പിൻവാങ്ങി. ചാർലിയെയും കുടുംബത്തെയും സൈമൺ തരകന് പരിചയമാണ്. ചേന്നവേലി പ്രദേശത്തെ ധനാഢ്യനാണ് അറയ്ക്കൽ ചാർലി. അയാൾക്ക് ചേന്നവേലിക്ക് സമീപം തന്നെ ഒരു 3 സ്റ്റാർ ഹോട്ടലും അർത്തുങ്കൽ ടൗണിൽ ഒരു സൂപ്പർ മാർക്കറ്റും ചേർത്തലയിൽ ഒരു മെഡിക്കൽ ഷോപ്പും പെട്രോൾ പമ്പും സ്വന്തമായുണ്ട്. ഏറെക്കുറെ സൈമൺ തരകൻ്റെ ഭൂസമൃദ്ധിയോട് കിടപിടിക്കാൻ തക്ക ഭൂസ്വത്തുക്കളും അറയ്ക്കൽ ചാർലിക്കുണ്ട്. പഴയകാലം കുറെ ചികഞ്ഞു നോക്കിയാൽ അറയ്ക്കൽക്കാരും കാരക്കാട്ടുകാരും തമ്മിൽ ഏതോ കാലഘട്ടത്തിൽ ബന്ധുക്കളായും ഭവിച്ചിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. ഡാൻഡസ് താഴെയെത്തി അതിഥികൾക്ക് ഷെയ്ക്ക് ഹാൻഡ് നൽകി. സോണിയ റോസിന് ഷെയ്ക്ക് ഹാൻഡ് നൽകിയപ്പോൾ 2 പേരുടെയും വിരലുകൾ അല്പം കൂടുതൽ മുറുകി. അതിയായ സന്തോഷത്തോടെ അവർ പരസ്പരം കണ്ണിൽ കണ്ണിൽ നോക്കി പുഞ്ചിരി തൂകി. അവർ തമ്മിലുള്ള പ്രണയം ആ നോട്ടത്തിലും പുഞ്ചിരിയിലും ആവശ്യത്തിലധികം നീണ്ടുപോയ കൈകൊടുക്കലിലും പ്രകടമായിരുന്നു. ഡാൻഡസ് സൈമൺ പഠിച്ച SB കോളേജിൽ തന്നെയാണ് സോണിയ റോസും പഠിച്ചത്. അവൾ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് ചേരുമ്പോഴേക്കും ഡാൻഡസ് മാസ്റ്റർ ഡിഗ്രിക്ക് പഠിച്ചു തുടങ്ങിയിരുന്നു. +2 പഠിക്കുമ്പോൾ തന്നെ സോണിയ റോസിൻ്റെ ആരാധനാപാത്രമായിരുന്നു ഡാൻഡസ്. ആദ്യം അവൾ രഹസ്യമായി അവനെ പ്രണയിച്ചു. അവൻ പള്ളിയിൽ വയലിൻ വായിച്ച് പാടുന്നത് കേൾക്കാൻ വേണ്ടി അവൾ ചേന്നവേലി പള്ളിയിലെ ദിവ്യബലി ഉപേക്ഷിച്ച് തുമ്പോളി പള്ളിയിലെത്തിക്കൊണ്ടിരുന്നു. ഡാൻഡസിൻ്റെ വയലിൻ കച്ചേരി നടക്കുന്നിടത്തെല്ലാം അവൾ സദസ്സിൻ്റെ മുൻനിരയിലുണ്ടാവും. ആലപ്പുഴയിൽ എന്ത് സംഗീത കലാപരിപാടി നടന്നാലും അതിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു ഐറ്റം ഉണ്ടാകും. ഡാൻഡസിൻ്റെ വയലിൻ അത്രത്തോളം പ്രാവീണ്യവും വൈദഗ്ധ്യവും അവൻ ആ വിഷയത്തിൽ നേടിക്കഴിഞ്ഞിരുന്നു. വയലിൻ മാത്രമല്ല, തബലയും ഗിറ്റാറും കീബോർഡും ഡാൻഡസിന് വശമായിരുന്നു. ഗാനമേളകളിൽ 2 or 4 പാട്ട് പാടുകയും ചെയ്യും. സോണിയ റോസിൻ്റെ പ്രണയം ബോധ്യപ്പെടുകയും തനിക്ക് തിരിച്ചങ്ങോട്ടും അതേ പ്രണയമുണ്ടെന്ന് അവളെ അറിയിക്കുകയും ചെയ്തു കഴിഞ്ഞ ഒരവസ്ഥയിലാണിപ്പോൾ സോണിയയും ഡാൻഡസും. തൻ്റെ മകളുടെ ഇഷ്ടം റോസ്മേരിക്കും അതുവഴി അറയ്ക്കൽ ചാർലിക്കും ഇപ്പോൾ അറിയാമെങ്കിലും
സൈമൺ തരകന് അതേപ്പറ്റി യാതൊരു അറിവും ഇതുവരെയില്ല. അറിഞ്ഞാലും സൈമൺ തരകൻ എതിർക്കുകയോ അവർ തമ്മിലുള്ള വിവാഹത്തെ എതിർക്കുകയോ ചെയ്യില്ലെന്നാണ് ഡാൻഡസിൻ്റെയും സോണിയ റോസിൻ്റെയും വിശ്വാസം. അറയ്ക്കൽ ചാർലി താൻ സകുടുംബം വന്നതിൻ്റെ കാരണം സൈമൺ തരകനെ അറിയിച്ചു. ആൽബർട്ടിൻ്റെ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജൂൺ മാസം ആദ്യത്തിൽ കല്യാണം നടത്താനാണ് പ്ലാൻ. ഇപ്പോൾ ഒരു തീയതി നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും പള്ളിയിൽ എന്തെങ്കിലും അസൗകര്യമോ കാലതാമസമോ ഉണ്ടായാൽ തീയതി അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്പം മാറിയെന്നിരിക്കും. എന്നാലും കല്യാണം ജൂണിൽ തന്നെ നടത്തും എന്ന കാര്യത്തിൽ മാറ്റമില്ല. ചാർലിയും റോസ്മേരിയും ചേർന്ന് സൈമൺ തരകനെയും കുടുംബത്തെയും യഥാവിധി ക്ഷണിച്ചു. തങ്ങൾ കുടുംബസമേതം മനസ്സമ്മതത്തിനും കല്യാണത്തിനും എത്തുമെന്ന് സൈമൺ തരകൻ സസന്തോഷം സമ്മതിക്കുകയും ചെയ്തു. തുടർന്ന് ചായ സൽക്കാരം, കാരക്കാട്ട് ബംഗ്ലാവിന് കാലോചിതമായി വരുത്തിയ പരിഷ്കാരങ്ങൾ കാണിച്ചു കൊടുക്കൽ തുടങ്ങിയ പ്രക്രിയകളും നടന്നു. ഡാൻഡസ് സോണിയ റോസിനെ കൊണ്ടു നടന്ന് തൻ്റെ മുറിയും മട്ടുപ്പാവും കാട്ടിക്കൊടുത്തു. ജൂലിയ റോസ് അവരോടൊപ്പം ചേരാൻ ആഗ്രഹിച്ച് ചെന്നപ്പോൾ സോണിയ റോസ് അവളെ നിരുത്സാഹപ്പെടുത്തി തിരിച്ചയച്ചു. ഡാൻഡസിൻ്റെ റൂമിന് മുന്നിലുള്ള ടെറസ് ഗാർഡൻ സോണിയ റോസിന് വളരെ ഇഷ്ടമായി. അവിടെ വെച്ച് ഡാൻഡസ് തൻ്റെ കൈ പിടിക്കുമെന്നും മുട്ടിയുരുമി നിൽക്കുമെന്നും സോണിയ റോസ് പ്രതീക്ഷിച്ചെങ്കിലും അത്രത്തോളം കടന്നു കയറാൻ സ്വതവേ നാണക്കാരനായ ഡാൻഡസിന് കഴിഞ്ഞില്ല. ടെറസിൽ നിന്നുകൊണ്ട് അവർ സംഗീതത്തെക്കുറിച്ചും വയലിൻ കച്ചേരികളെക്കുറിച്ചും ഗാനമേളകളെക്കുറിച്ചും സംസാരിച്ചു. സോണിയ റോസ് തൻ്റെ പഠിപ്പിനെക്കുറിച്ചും അഭിലാഷങ്ങളെക്കുറിച്ചും പറഞ്ഞു. ഇവിടെ നിന്നാൽ ബീച്ചും കടലുമൊക്കെ ക്ലിയറായിട്ട് കാണാമല്ലോ. സോണിയ റോസ് ആ ദൃശ്യം ആസ്വദിച്ചുകൊണ്ട് അതിയായ സന്തോഷത്തോടെ പറഞ്ഞു. ഞാൻ രാത്രിയിൽ ഇവിടെ വന്നിരുന്ന് വയലിൻ വായിക്കും. അപ്പോഴത്തെ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഡീപ്പായിട്ട് ഫീൽ ചെയ്യും. അതൊന്നും പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റില്ല. വീട്, സമയം, മനുഷ്യർ, പരിസരം ഇതെല്ലാം നമ്മൾ മറന്നുപോകും. ഒരു ദേവലോകത്താണെന്ന് തോന്നും. ഡാൻഡസ് അവളോട് പറഞ്ഞു. എനിക്കറിയാം, എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാനും അതനുഭവിച്ചിട്ടുണ്ട്, സോണിയ റോസ് പറഞ്ഞു. ഡാൻഡസ് തന്നെ ബീച്ചിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിരുന്നെങ്കിൽ എന്ന് അവൾ ആഗ്രഹിച്ചു. അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഉടൻ തന്നെ അവൻ പറഞ്ഞു. താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ബീച്ചിലൊന്ന് പോകാം. സോണിയ കണ്ണും മിഴിച്ചു. തൻ്റെ മനസ്സ് വായിക്കാൻ ഡാൻഡസിന് കഴിഞ്ഞതോർത്തിട്ട് അവൾ അതിശയിച്ചു പോയി. ബീച്ചിലേക്ക് നടക്കുമ്പോൾ ഡാൻഡസ് പറഞ്ഞു. കണ്ടോ ആ വാച്ച് ടവർ? അതെൻ്റെ ഐഡിയയാണ്. അവർ ബീച്ചിലെത്തുമ്പോഴേക്കും ജൂലിയയും ഓടിയെത്തി. എനിക്കങ്ങനെ മാറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവൾ രണ്ടുപേരോടുമായി തെല്ല അസൂയയോടെ പറഞ്ഞു. എന്തിനാ മാറി നിൽക്കുന്നേ? ഒപ്പം തന്നെ നിന്നോ? ഡാൻഡസ് ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. പക്ഷേ അവളുടെ ആഗമനവും സാമീപ്യവും സോണിയയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. എനിക്കും ഒരവസരം കിട്ടും, അവൾ പതിയെ ജൂലിയയോട് പറഞ്ഞു. സ്വർഗത്തിലെ കട്ടുറുമ്പാകാനല്ലേ? ഉടനെയൊന്നും പ്രതീക്ഷിക്കേണ്ട മോളെ. ജൂലിയ ഉടൻ തന്നെ മറുപടിയും നൽകി. മഴക്കാലം ആലപ്പുഴയ്ക്ക് ഓഫ് സീസണാണ്. അത് കടന്നുപോയി. സീസൺ വരവായി. ടൂറിസ്റ്റുകൾ, ഹൗസ് ബോട്ടുകൾ, നല്ല കാലാവസ്ഥ. ഡിസംബർ മാസമാണ്. നോർത്ത് കൈനകരിയിൽ റിസോർട്ടുകൾ പലതു വന്നു. മുൻപുണ്ടായിരുന്നതിൽ പലതിൻ്റെയും പേരും രൂപവും മാറി. കൂടുതൽ സൗകര്യങ്ങളായി. പഴയ കുട്ടനാടൻ റിസോർട്ടിൻ്റെ പേര് ഇന്ന് ഗ്രീൻലാൻഡ് റിസോർട്ട് എന്നാണ്. സീസൺ ആരംഭിച്ചതിനാൽ റിസോർട്ടിനോടനുബന്ധിച്ചുള്ള പ്രകൃതി ചികിത്സാലയവും സജീവമാണ്. രാത്രി 9 മണിക്ക് സാംകുട്ടി തൻ്റെ പരിഷ്കരിച്ച ഓഫീസ് റൂമിലിരുന്ന് കമ്പ്യൂട്ടറിൽ കണക്കുകൾ നോക്കുകയാണ്. റിസോർട്ട് ഉടമയുടെ ബന്ധുകൂടിയായതിനാൽ സാംകുട്ടിക്ക് സ്ഥാനചലനമൊന്നും ഉണ്ടായില്ല. മറ്റു ജീവനക്കാർ പലരും വരികയും പോവുകയും ചെയ്തുവെങ്കിലും സാംകുട്ടിയുടെ കസേര ഇളക്കം തട്ടാതെ നിലനിൽക്കുന്നു. വാതിലിൽ ആരോ തട്ടിയ ശബ്ദം കേട്ട് സാംകുട്ടി കമ്പ്യൂട്ടറിൽ നിന്ന് കണ്ണെടുക്കാതെ പറഞ്ഞു. യെസ്, കമിൻ. വാതിൽ തുറന്ന ഒരു യുവാവ് അകത്തേക്ക് കടന്നപ്പോൾ സാംകുട്ടി തല ഉയർത്തി നോക്കി. ഒരു യുവാവ് തുറന്ന വാതിലിൽ വിരിഞ്ഞു നിൽക്കുന്നു. ആരാ? സാംകുട്ടി ചോദിച്ചു. സാറിന് മനസ്സിലായില്ല അല്ലേ? നമ്മൾ തമ്മിൽ കണ്ടിട്ട് കാലം കുറയായി. ഏകദേശം ഒരു 14 വർഷം. എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാക്കിത്തരാം. യുവാവ് ഇടത്തെ കൈത്തണ്ടയിലെ ലോഹവളയം മുകളിലേക്ക് കയറ്റി മുറുക്കിയിട്ട് തിരിഞ്ഞു വാതിലടച്ച് കുറ്റിയിട്ടു. ഇയാളെന്താ വാതിലടച്ച് പൂട്ടുന്നേ? നമ്മൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് ശല്യമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാ. ഇയാൾ വാതിൽ തുറക്കടോ. തുറക്കാം. തുറന്നാലല്ലേ എനിക്കും പോകാൻ പറ്റൂ. അയാൾ മുന്നോട്ട് വന്നു. സാംകുട്ടി തെല്ല ആശങ്കയോടെ ആഗതനെ അടിമുടി നോക്കി. 6 അടിക്കടുത്ത് ഉയരം, നല്ല പോലെ ഉറച്ച പേശിബദ്ധമായ കൈകൾ, ഒരു ഫയൽവാൻ്റെ നെഞ്ചുവിരിവ്, മുഖത്ത് കാർക്കശ്യം, കാകൻ്റെ ദൃഷ്ടി. അത് കുറെ കാറ്റും മഴയും വെയിലും കൊണ്ട ശരീരമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയാമായിരുന്നു. ചീകി വെച്ചാൽ ഒതുങ്ങാതെ തോന്നാസം എറിച്ചു നിൽക്കുന്ന മുടി,
സാംകുട്ടിയുടെ മേശയ്ക്ക് മുന്നിൽ വന്നു നിന്ന് അയാൾ ചെറുതായി ചിരിച്ചു. സാറ് അവിടെ നരച്ചു തുടങ്ങിയല്ലോ. 50 വയസ്സിനടുത്തെത്തി ഇല്ലേ? ഇയാൾ ആരാണെന്ന് പറ ആദ്യം. ആഗതൻ മേശമേൽ ഇരു കൈപ്പത്തിയും ഊന്നി അല്പം മുന്നോട്ടാഞ്ഞു നിന്നു. ഞാൻ ഈ റിസോർട്ടിൽ കുറേ കാലം ജോലി ചെയ്തിട്ടുണ്ട്. 10-15 വർഷം മുൻപാ. അന്നത്തെ ശമ്പളം കുറച്ചെനിക്ക് കിട്ടാനുണ്ടായിരുന്നു. ഇവിടെ ജോലി ചെയ്തിട്ടുണ്ടെന്നോ? സാംകുട്ടി അയാളെ അടിമുടി നോക്കി. എനിക്ക് ഇയാളെ കണ്ട് പരിചയം പോലുമില്ല. ഞാനന്ന് ചെറിയ കുട്ടിയായിരുന്നു. 10 വയസ്സ് തികഞ്ഞിട്ടില്ല. ഞാൻ വരുമ്പോൾ ബേബിച്ചായനാ ഇവിടെ മാനേജര്. അത് കഴിഞ്ഞാ സാറ് വന്നേ. ഇപ്പോൾ ഞാൻ വളർന്നു വലുതായി. അതാ സാറ് തിരിച്ചറിയാത്തെ. സാംകുട്ടി ഓർമ്മയിൽ പരതി. ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഇയാൾ എന്തോന്ന് പറയുന്നു? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എൻ്റെ പേര് പറഞ്ഞാലും സാറ് ഓർക്കണമെന്നില്ല. എന്നാലും പറയാം. ശൗരിക്കുട്ടി. ശൗരിക്കുട്ടി. സാംകുട്ടിയുടെ നെറ്റി ചുളിഞ്ഞു. ഞാനിവിടെ പാചകത്തിന് നിന്നിട്ടുണ്ട്. ഞാൻ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ അന്ന് ഞാനിവിടെ ജോലി ചെയ്തതിൻ്റെ കൂലി ബാക്കി കിട്ടാനുണ്ടായിരുന്നു. 2 മാസത്തെ ശമ്പളം, പിന്നെ എനിക്ക് കിട്ടേണ്ട ടിപ്പും നിങ്ങളാ തട്ടിയെടുത്തത്. എല്ലാം കൂടി അന്നത്തെ കണക്കിൽ ഒരു 6000 രൂപ വരും. അങ്ങനത്തെ കണക്കൊന്നും ഇവിടില്ല. ഇവിടെ ജോലി ചെയ്ത ആർക്കും പൈസ കൊടുക്കാനുമില്ല. അന്ന് ജോലി ചെയ്തെങ്കിൽ അന്ന് തന്നെ കണക്ക് പറഞ്ഞ് വാങ്ങണമായിരുന്നു. അന്ന് ഞാൻ കണക്ക് പറഞ്ഞതാ. പക്ഷേ സാറ് തന്നില്ല. അന്ന് സാറ് ശക്തനും മർക്കടം മുഷ്ടിക്കാരനുമായിരുന്നു. ഞാനൊരു പാവം പയ്യൻ. ഇന്ന് സാറിനെ കണ്ടിട്ട് ഒരുവിധം പാവമായതുപോലെ തോന്നുന്നു. ഞാൻ ശക്തനായി, മർക്കടം മുഷ്ടിക്കാരനുമായി. എൻ്റെ ശമ്പള ബാക്കി തരണം. ഇയാളെ എനിക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞില്ലേ? സാറേ, ഒരു കുഞ്ഞപ്പനില്ലായിരുന്നോ ഇവിടെ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്തിരുന്നയാൾ? അയാളുടെ തലയിൽ തിളച്ച എണ്ണ ഒഴിച്ച ഒരു ശൗരിയെ സാറിന് ഓർമ്മ വരുന്നില്ലേ? ഇവിടത്തെ വള്ളം കുത്തിത്തുളച്ചു വെച്ചിട്ട് പമ്പയാർ നീന്തിക്കടന്നു പോയ ശൗരിക്കുട്ടി. ഇപ്പോൾ സാംകുട്ടിക്ക് ശൗരിയെ ഓർമ്മ വന്നു. അവനാണോ ഈ 6 അടി പൊക്കക്കാരൻ, ഈ കർക്കശമുഖക്കാരൻ? നീയാണോടാ അത്? അന്ന് നീ കേടുവരുത്തിയ വള്ളത്തിൻ്റെ റിപ്പയറിങ്ങിന് എത്ര രൂപ ചെലവായെന്ന് നിനക്കറിയോ? അന്ന് കുഞ്ഞപ്പനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ചികിത്സിച്ചു. അയാളുടെ തലയിലെ മുടി മുഴുവൻ പോയി. അതിനുശേഷം മുടി കിളിച്ചില്ല. നിന്നെ അന്ന് ഞങ്ങൾ എവിടെല്ലാം തപ്പി. ഇപ്പം എല്ലാം മനസ്സിലായി. ഞാൻ കുറേ കാലമായിട്ട് സ്ഥലത്തില്ലായിരുന്നു. ഒരു 10 കൊല്ലത്തിനടുത്തായി നാടുവിട്ട് പോയിട്ട്. ഇപ്പോൾ തിരിച്ചു വന്നത് എന്തിനാണെന്ന് വെച്ചാൽ കുറേ കടങ്ങൾ തീർക്കാനുണ്ട്. ഒരു കണക്കും ബാക്കി വയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഐശ്വര്യമായിട്ട് ഇവിടുന്നാ തുടങ്ങുന്നേ. ഭീഷണിയാണോ? അതെ, ഭീഷണിയാ. 6000 രൂപ തന്നാൽ പോരാ എനിക്ക്. 14 വർഷത്തെ പലിശ. ബാങ്ക് പലിശയല്ല, നമ്മൾ ബാങ്കിൽ നിന്ന് എടുക്കുന്ന കാശിൻ്റെ പലിശ. തരണം, വാങ്ങിക്കും. ഒടുവിലത്തെ വാക്കുകൾ പറയുമ്പോൾ മുന്നിൽ നിൽക്കുന്ന യുവാവിൻ്റെ മുഖത്തുണ്ടായ ഭാവമാറ്റം കണ്ട് സാംകുട്ടി കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അധ്യായം 28. മേശപ്പുറത്തിരുന്ന ലാപ്ടോപ്പ് സാംകുട്ടി മടക്കി വെച്ചു. എന്നിട്ട് മുന്നിൽ നിൽക്കുന്ന ശൗരിയെ നോക്കി. ഞാനിവിടുത്തെ മാനേജർ മാത്രമാ. ഇതിൻ്റെ MD-യോട് വിളിച്ചു ചോദിച്ചോട്ടെ? എന്തു ചോദിക്കാൻ? പണ്ടൊരു പയ്യന് ജോലി ചെയ്തതിൻ്റെ കൂലി കുടിശ്ശികയുണ്ട്, കൊടുത്തേക്കട്ടെ എന്ന്. എൻ്റെ മുന്നിൽ നിന്നോണ്ട് തന്നെ ചോദിക്കണം. സാംകുട്ടി സാറ് പോലീസ് സ്റ്റേഷനിലോട്ടാണോ വിളിക്കുന്നതെന്ന് എനിക്കറിയണ്ടേ? ഞാൻ വിളിക്കാം. എനിക്ക് പൈസ കിട്ടത്തക്ക പോലെ സംസാരിക്കണം. തരാനുള്ള പൈസയല്ലേ ചോദിക്കുന്നേ? ഞാൻ പറയാം. എൻ്റെ കൈ കണ്ടോ? ശൗരിക്കുട്ടി ഇടതുകൈ നീട്ടിക്കാട്ടി. ഇത് വെച്ച് ഒറ്റയടി തലക്കിട്ട് തന്നൂന്നിരിക്കട്ടെ, സാറിൻ്റെ തലച്ചോറ് കലങ്ങിപ്പോകും. പിന്നെ ആയുഷ്കാലം മുഴുവൻ ജീവച്ചവം പോലെ കിടക്കേണ്ടി വരും. പേടിപ്പിക്കുവല്ല. പറയാനുള്ളത് പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞില്ലല്ലോ എന്ന് എനിക്കും തോന്നും. പറയാമായിരുന്നില്ലേ എന്ന് സാറിനും തോന്നും. സാംകുട്ടി മൊബൈൽ ഫോണിൽ ഏതോ നമ്പർ ചികഞ്ഞെടുത്ത് വിളിച്ചു. സാംകുട്ടി ഫോൺ കാതോട് ചേർത്ത് നിൽക്കെ ശൗരിക്കുട്ടി വീണ്ടും പറഞ്ഞു, പൈസ തന്നില്ലെങ്കിൽ 10 ഇരട്ടി നഷ്ടം വരുമെന്നും കൂടി പറയണേ. വെറുതെ പറഞ്ഞാൽ പോരാ, കേൾക്കുന്ന ആൾക്ക് മനസ്സിലാകുന്ന പോലെ പറയണം. സാംകുട്ടിക്ക് MD-യെ ലൈനിൽ കിട്ടി. ഹലോ സാർ, ഇവിടെ ഒരു ചെറുപ്പക്കാരൻ വന്ന് നിൽപ്പുണ്ട്. 14 വർഷം മുൻപ് ഇവിടെ ബേബിച്ചായൻ്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്നവനാ. പേര് ശൗരിക്കുട്ടി. അന്ന് ജോലി ചെയ്തതിൻ്റെ കുറച്ച് കൂലി കൊടുക്കാനെന്ന് പറയുന്നു. എത്ര രൂപ? മറുവശത്തു നിന്ന് ചോദ്യം വന്നു. എത്ര രൂപയാ? സാംകുട്ടി ശൗരിയെ ചോദ്യഭാവത്തിൽ നോക്കി. ഇങ്ങുതാ, ഞാൻ പറയാം. ഫോണിൽ കണ്ടവരൊക്കെ സംസാരിച്ച സാറിന് ദേഷ്യം വരും. ദേഷ്യം വന്നോട്ടെ, എനിക്ക് ദേഷ്യം വരുന്നവരെയാ ഇഷ്ടം. സാംകുട്ടിയുടെ കയ്യിൽ നിന്ന് അവൻ ഫോൺ പിടിച്ചു വാങ്ങി. ഹലോ. ശൗരിക്കുട്ടി ഫോൺ കാതോട് ചേർത്ത് വിളിച്ചു. ഹലോ, നീ ആരാണെന്നാ പറഞ്ഞത്? ഫോണിൽ നിന്ന് ദേഷ്യം ചോദ്യരൂപത്തിൽ വന്നു. പേര് ശൗരിക്കുട്ടി. ഞാൻ കുറേ കാലം ഈ റിസോർട്ടിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഏത് കാലത്ത്? 15 വർഷത്തോളം മുൻപാ. എത്ര രൂപ കിട്ടാനുണ്ട്?
അന്നത്തെ കണക്കിൽ 6000. അത്രയുള്ളോ? അതിനാണോ ഇയാൾ 15 വർഷം കഴിഞ്ഞപ്പോൾ മെനക്കെട്ട് വന്നിരിക്കുന്നേ? അത്രയല്ല സാറേ. നമ്മളൊരു ബാങ്കിൽ നിന്ന് 6000 രൂപ ലോൺ എടുത്തിട്ട് 15 വർഷം കഴിഞ്ഞ് തിരിച്ചടയ്ക്കാൻ ചെല്ലുമ്പോൾ എത്ര രൂപ അടയ്ക്കേണ്ടി വരും? ഓഹോ, പലിശ സഹിതം വേണമെന്ന് അല്ലേ? അതെ സാറേ. ഞാനൊന്ന് കണക്ക് കൂട്ടി നോക്കിയപ്പോൾ 50,000 രൂപ മേലെ വരുന്നുണ്ട്. സംഭവം ഒരു റൗണ്ടാക്കി 50,000 തന്നാൽ ഞാനങ്ങ് പോയിക്കൊള്ളാം. നിനക്ക് 50,000 വേണം അല്ലേ? വേണം. തരാൻ മനസ്സില്ലെങ്കിലോ? സാറിനൊരു 5 ലക്ഷം രൂപയുടെ നഷ്ടം വരും. നീ എന്ത് ചെയ്യുമെന്ന്? ഞാൻ ഈ റിസോർട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും, അത്രയേ ഉള്ളൂ. നിങ്ങളുടെ മാനേജർ സാംകുട്ടി അടക്കം പലരും തല്ലുകൊണ്ട് ഹോസ്പിറ്റലിൽ കയറും. ആദ്യത്തെ അടി സാംകുട്ടിക്കാണ്. തുടങ്ങട്ടെ. നീ സാംകുട്ടിയുടെ കയ്യിലോട്ട് ഫോൺ കൊടുക്കുക. എനിക്ക് 50,000 രൂപ തരുവോ ഇല്ലയോ? രണ്ടിലൊരു മറുപടി പറയണം. എന്നിട്ടേ ഞാൻ സാംകുട്ടിക്ക് ഫോൺ കൊടുക്കത്തുള്ളൂ. നിനക്ക് 50,000 പോയിട്ട് 5ൻ്റെ പൈസ തരാൻ ഉദ്ദേശിക്കുന്നില്ല. ഫോൺ കൊടുക്കടാ നായൻ്റെ മോനെ. എനിക്ക് മനസ്സിലായി. ശൗരിക്കുട്ടി തുടങ്ങുക. ഫോണിലൂടെ പറഞ്ഞിട്ട് ശൗരിക്കുട്ടി ഫോൺ സാംകുട്ടിയുടെ നേർക്ക് നീട്ടി. സാംകുട്ടി ഫോൺ വാങ്ങിയതും ചെവിയടച്ച് ഒരൊറ്റയടി കൂടി കൊടുത്തു ശൗരി. നിന്ന നിൽപ്പിൽ സാംകുട്ടി വെട്ടിയിട്ട പോലെ വീണു. അയാളുടെ വലത് ചെവി അടച്ചുപോയി. മേശപ്പുറത്തിരുന്ന ലാപ്ടോപ്പ് എടുത്ത് ശൗരി മേശ വിളമ്പിൽ ഒറ്റയടിയടിച്ചു. അത് ഒടിഞ്ഞ് 2 കഷ്ണമായി. മേശയുടെ മീതെ വിരിച്ച കനമുള്ള ഗ്ലാസ് 3ആയി വിരിഞ്ഞു പൊട്ടി. മേശ പിടിച്ച് ശൗരി സാംകുട്ടിയുടെ ദേഹത്തേക്ക് മറിച്ചിട്ടു. മുറിയിൽ ഒരു പെഡസ്റ്റൽ ഫാനിരുന്നത് പൊക്കിയെടുത്ത് ശൗരി ടീപ്പോയിൽ ആഞ്ഞടിച്ചു. ഫാനും അനുബന്ധ ഘടകങ്ങളും അതുറപ്പിച്ച ഇരുമ്പ് പൈപ്പിൽ നിന്ന് അടർന്നുപോയി. അതിൻ്റെ ചുവട് വീശിക്കൊള്ളത്തക്ക വിധം തിരിച്ചു പിടിച്ച് ചില്ലലമാരയിൽ അടിച്ചു. അലമാര ചില്ലുകൾ പൊട്ടിപ്പൊടിഞ്ഞ് വീണുകിടന്ന സാംകുട്ടിയുടെ ദേഹത്ത് വീണു. ഓഫീസ് മുറിയിലെ ഉപകരണങ്ങൾ തകർത്ത ശേഷം ശൗരിക്കുട്ടി അതിനോട് ചേർന്നുള്ള സാംകുട്ടിയുടെ കിടപ്പറയിലേക്ക് കിടന്നു. അതിനുള്ളിലുണ്ടായിരുന്ന ആൻഡ്രോയിഡ് TV ആദ്യമേ അടിച്ചു തകർത്തു. പിന്നെ കസേരകൾ, അലമാര, ടീപ്പോയ്, ക്ലോക്ക്, സൂട്ട്കേസ്, മേശ എന്നിവയും അടിച്ചു തകർത്തു. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങിപ്പോയി. സാംകുട്ടി ഭാരിച്ച മേശ ദേഹത്തു നിന്ന് ഒരുവിധം തള്ളിമാറ്റി. ദേഹത്ത് ചില്ലു കഷ്ണങ്ങൾ വീണ് ചോര പൊടിയുന്നുണ്ടായിരുന്നു. ഫോൺ അപ്പോഴും ഓഫായിട്ടില്ല. അതിൽ ആരോ ഉച്ചത്തിൽ സംസാരിക്കുന്നത് കേട്ട് അയാൾ നിലത്ത് പരതി അതെടുത്തു. എണീറ്റിരുന്ന് ഫോൺ കാതോട് ചേർത്തു. ഹലോ സാർ. ഇയാൾ അവിടെ എന്ത് ചെയ്യുക? എന്താ അവിടെ ബഹളം കേട്ടത്? സാർ, ആ ശൗരിക്കുട്ടി എൻ്റെ ഓഫീസും ബെഡ്റൂമും അടിച്ചു തകർത്തു. ലാപ്ടോപ്പും അലമാരയും മേശയും കസേരകളും മുറിയിലെ TVയും എല്ലാം നശിപ്പിച്ചു. എന്നിട്ട് അവനെവിടെ? എൻ്റെ ബെഡ്റൂം അടിച്ചു തകർക്കുകയാ. എന്നിട്ട് താനെന്ത് ചെയ്യുക? നമ്മുടെ എത്ര തൊഴിലാളികളുണ്ടോ അവിടെ? എല്ലാവരും വിളിച്ചുകൂട്ടി അവനെ അടിച്ച് കൈയും കാലും ഒടിച്ച് അവിടെ ഇട്ടേക്ക്. ഞാൻ പോലീസിൽ അറിയിച്ചോളാം. സാംകുട്ടി എല്ലാം യെസ് പറഞ്ഞ് തൻ്റെ വിധേയത്വം പ്രകടമാക്കി. ശൗരിക്കുട്ടി അപ്പോൾ മുറിയിൽ നിന്നിറങ്ങി വന്നു. സാംകുട്ടിയെ ഒന്ന് നോക്കിയിട്ട് കയ്യിൽ ഇരുമ്പ് പൈപ്പുമായി പുറത്തേക്കിറങ്ങിപ്പോയി. അല്പം കഴിഞ്ഞപ്പോൾ ഒരു ജീവനക്കാരൻ ഓടിയെത്തി. സാംകുട്ടി എഴുന്നേറ്റ് നിന്ന് തൻ്റെ ദേഹത്തു നിന്ന് പൊട്ടിയ ചില്ലു കഷ്ണങ്ങൾ പെറുക്കിക്കളയുകയായിരുന്നു. സാറേ, റെസ്റ്റോറൻറ്റിൽ കയറി വന്ന് ഒരുത്തൻ എല്ലാം അടിച്ചു തകർക്കുക. എടാ, നിങ്ങളെല്ലാവരും കൂടി അവനെ എങ്ങനെയെങ്കിലും തടയാൻ നോക്ക്. എന്തെങ്കിലും എടുത്തോണ്ട് വന്ന് അവനെ തിരിച്ചടിക്ക്. വന്നയാൾ അതുപോലെ തന്നെ തിരിച്ചോടി. ശൗരിക്കുട്ടി ആ സമയം കണ്ണിൽ കണ്ടതെല്ലാം തല്ലി തകർക്കുകയായിരുന്നു. ഗ്രീൻലാൻഡ് റിസോർട്ട് ഉടമ ബോട്ടിലാണ് എത്തിച്ചേർന്നത്. അപ്പോഴേക്കും റിസോർട്ട് പടയൊഴിഞ്ഞ പടക്കളം പോലെ ആയിത്തീർന്നിരുന്നു. ജോൺ ചാണ്ടി റെസ്റ്റോറൻറ്റിലും ഹെറിറ്റേജ് റിസോർട്ടുകളിലും പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിലും കയറിയിറങ്ങി നടന്നു നോക്കി. തകർക്കപ്പെടാത്ത ഒരു ഉപകരണവും ഒരിടത്തുമില്ല. 5 ലക്ഷമല്ല 10 ലക്ഷം രൂപയുടെയെങ്കിലും നഷ്ടമുണ്ടായിട്ടുണ്ടെന്ന് അയാൾ മനക്കണക്ക് കൂട്ടി. അടികലശലിൽ 14 ജീവനക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട്. ആ 50,000 രൂപ അവന് കൊടുക്കുന്നതായിരുന്നു സാറേ നല്ലത്. സാംകുട്ടി മനസ്താപത്തോടെ പറഞ്ഞു. ജോൺ ചാണ്ടിക്ക് അത് വളരെ നന്നായിട്ട് തന്നെ ഇതിനകം ബോധ്യമായിട്ടുണ്ടെങ്കിലും അപ്പോഴത്തെ ദേഷ്യത്തിന് സാംകുട്ടിയോട് പൊട്ടിത്തെറിച്ചു. നിന്റെ അപ്പൻ സമ്പാദിച്ചു തന്നിട്ടുണ്ടോടാ 50,000 എടുത്തു കൊടുക്കാൻ? പിന്നെ സാംകുട്ടി ഒരക്ഷരം ഉരിയാടിയില്ല. പള്ളാത്തുരുത്തിയിൽ നിന്ന് പോലീസ് എത്തിച്ചേർന്നത് വീണ്ടും 1/2 മണിക്കൂർ കൂടി കഴിഞ്ഞിട്ടാണ്. അവർ റിസോർട്ടിൽ ഉടനീളം നടന്ന് FIR തയ്യാറാക്കി. ക്യാമറയിൽ നാശനഷ്ടങ്ങളുടെ ഫോട്ടോ എടുത്തു. പരിക്കേറ്റ ജീവനക്കാരിൽ നിന്ന് മൊഴിയെടുത്തു. റിസോർട്ടുകളിൽ താമസിക്കുന്ന വിദേശ ടൂറിസ്റ്റുകളടക്കമുള്ള 2 ഡസനോളം ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. ടൂറിസ്റ്റുകൾക്കോ റിസോർട്ടിൽ താമസിക്കാൻ വന്ന മറ്റു ആളുകൾക്കോ അവരുടെ സാധന സാമഗ്രികൾക്കോ ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. നിങ്ങൾ ഇത്രയും പേർ ഇവിടെ ഉണ്ടായിട്ട് അവനെ തടയാനോ അടിച്ചോടിക്കാനോ സാധിച്ചില്ലേ?
SI അത്ഭുതത്തോടെ ചോദിച്ചു. അടുക്കാൻ പറ്റിയില്ല സാറേ, ഇരുമ്പ് പൈപ്പിനായിരുന്നു അടി. റിസോർട്ട് ജീവനക്കാരിൽ ഒരാൾ പറഞ്ഞു. കാട്ടാന കയറിയിറങ്ങിയ ഇത്രയും നാശനഷ്ടങ്ങളുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോടോ, SI സാംകുട്ടിയോട് പറഞ്ഞു. എൻ്റെ വലത്തെ ചെവി ഇപ്പോഴും കേൾക്കാൻ വയ്യ സാറേ, സാംകുട്ടി പരാതിപ്പെട്ടു. ചെവിക്കല്ല് പൊട്ടിയെന്നാ തോന്നുന്നേ, ബ്ലഡ് വന്നായിരുന്നു ചെവിക്കകത്തുനിന്ന്. അവൻ എന്തിനിത് ചെയ്തെന്നാ പറഞ്ഞത്? SI ചോദിച്ചു. 15 വർഷം മുൻപ് അവനിവിടെ ജോലി ചെയ്തപ്പോഴത്തെ കൂലി കൊടുത്തില്ലെന്ന്. എത്രയാ അവൻ ആവശ്യപ്പെട്ടത്? 50,000. എത്രയാ കൊടുക്കാനുള്ളത്? എനിക്ക് ഓർമ്മയില്ല സാറേ, 6,000 എന്നാ അവൻ പറഞ്ഞത്. അവൻ്റെ പേരെന്താ? ശൗരിക്കുട്ടി. അവൻ എവിടത്തുകാരനാ? അറിയില്ല സാറേ. അവൻ എവിടുന്ന് വന്നു? എങ്ങനെ വന്നു? അതൊന്നും അറിയില്ല സാറേ. സാംകുട്ടി കൈമലർത്തി. അവൻ എങ്ങോട്ടാ പോയതെന്ന് അറിയാമോ? അതും അറിഞ്ഞുകൂടാ സാർ. അവനെങ്ങനെ പോയി ഇവിടുന്ന്? വള്ളവും ബോട്ടും ഒന്നുമില്ലാതെ പോകാൻ പറ്റില്ലല്ലോ. അറിയില്ല സാർ. അവൻ വരുന്നതും പോകുന്നതും ആരും കണ്ടില്ല. ഇതിപ്പോൾ ആരുടെ പേരിൽ കേസെടുക്കും? ആക്രമണം നടത്തിയവന് അഡ്രസ്സില്ല, അവനെ അറിയുന്ന ആരുമില്ല. വെറുമൊരു അക്രമി. അവൻ്റെ പേര് ശൗരിക്കുട്ടിന്ന് തന്നെയാണെന്ന് ഉറപ്പുണ്ടോ? അതിന് സാംകുട്ടി ഉത്തരം പറഞ്ഞില്ല. ജോൺ ചാണ്ടി തലയിൽ കൈവച്ച് വീണ്ടും നാശനഷ്ടങ്ങൾക്കിടയിൽ കൂടി നടന്നു. അടുത്ത ഭാഗം നാളെ.